റിസർവ് ബാങ്കിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡ് ഒരു പ്ലെയിനിൽ കയറ്റി UK കൊണ്ടുപോയി പണയം വെച്ചിട്ട് ആ കാശ് എടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് കുറച്ച് അവരുടെ ബിൽസ് എല്ലാം ക്ലിയർ ചെയ്തു. സ്റ്റോക്ക് മാർക്കറ്റുകളിലൊക്കെ ഒരു സ്കാം ഉണ്ടായി ആ സമയത്ത്, ഒരു ഹർഷദ് മേത്ത സ്കാം. ആ സ്കാം വന്നപ്പോഴത്തേക്കും ബിസിനസ് എല്ലാം വളരെ മോശമായി. പണം കുറവുള്ള ആളുകൾക്കാണ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടതും അവരാണ് പ്രോപ്പറായിട്ട് വെൽത്ത് മാനേജ് ചെയ്യുകയും നമ്മളുടെ ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സും ഗോൾസും ഒക്കെ സെറ്റ് ചെയ്യേണ്ടത്. SIP എന്ന് പറഞ്ഞാൽ റെഗുലർ ഇൻ്റർവെൽസിൽ നമ്മൾ ഫിക്സ്ഡ് എമൗണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലോങ്ങർ പീരീഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. മൈൻഡ് ബോഗ്ലിംഗ് റിട്ടേൺസ് ആണ്. ഒരു ഗ്ലോബൽ ഓർഡറിൽ ഒരു 7% 8% ഗ്രോത്ത് റേറ്റ് ഉള്ള ഒരു രാജ്യം ഇന്ത്യ മാത്രമേ ഉള്ളൂ. ഇന്ത്യ ഒരു ഡെവലപ്പ് നേഷനിലേക്ക് മാറുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് കൂട്ടത്തിൽ വളരെ ഈസി ആയിട്ട് വളരെ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. എന്തുകൊണ്ടാണ് ആളുകൾ ക്രിപ്റ്റോ കറൻസി പോലെയുള്ള ഒരു അസറ്റിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത്? കുറച്ച് നല്ല ക്രിപ്റ്റോ കറൻസികൾ, ഇപ്പോൾ ബിറ്റ്കോയിൻ പോലെയുള്ളതോ അല്ലെങ്കിൽ 3-4 നല്ല ക്രിപ്റ്റോ കറൻസികൾ ചിലപ്പം സർവൈവ് ചെയ്യും. ഒരു 30% ലിക്വിഡ് അസറ്റ്സ്, സ്റ്റോക്ക് പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ ഗോൾഡിൽ ഒരു 10% ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു അസറ്റ് അലോക്കേറ്റ് ചെയ്ത് ഡൈവേഴ്സിഫൈ ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിഗ് ടോക്സ്. സോ ഇന്ന് ആക്ച്വലി ഒരു ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എപ്പിസോഡാണ്. ഫിനാൻസ് റിലേറ്റഡ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ഒരുപാട് ഡിഗ്നിറ്ററീസിനെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി കൊണ്ടുവന്ന ഒരാളാണ് ഇത്തവണ ഉള്ളത്. ആൻഡ് പ്രിൻസാറാണ്, DBFSൻ്റെ MD. ഹായ് പ്രിൻസാർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സർ. ഫിനാൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒരാൾക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വന്തം ഹെൽത്ത് കഴിഞ്ഞാൽ അടുത്ത ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ട്. ഹോപ്പ് സാറിന് എല്ലാം വളരെ ഓക്കെ. സാർ, നമുക്ക് ബേസിക്കലി സാറിൻ്റെ തന്നെ ഒരു പാസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ആക്ച്വലി ഒരു കോർപ്പറേറ്റ് ബ്രോക്കറേജ് ഫേം എന്നുള്ള സ്റ്റാർട്ടിങ് വന്നത്? എങ്ങനെയാണ് DBFS തുടങ്ങിയത്? അത് ഒരു ആക്സിഡൻ്റിൽ വന്ന് സ്റ്റാർട്ടായതാണ്. പക്ഷേ അതിനുശേഷം അത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഞങ്ങൾ അതിനെപ്പറ്റി നോക്കിയത്. ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ നമുക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 1988 ജനിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ 1988 ഞാൻ ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊരു താല്പര്യം നോക്കി, അതിനൊരു ഓപ്പർച്യൂണിറ്റി നോക്കിയപ്പം അങ്ങനെ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന അധികം ആളുകൾ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു റീജിയണൽ എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു, കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ് ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ റീജിയണൽ എക്സ്ചേഞ്ചിൽ പോയി. അപ്പോൾ അവിടെ കുറച്ച് ആളുകൾ ഉണ്ട്, പക്ഷേ ഒരു വളരെ പ്രൊഫഷണലായിട്ടല്ല അവരത് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ട് ഞാൻ അവിടെ ഒരു എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും അങ്ങനെ എനിക്ക് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾക്ക് എന്തെങ്കിലും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു താല്പര്യം കൊണ്ടാണ് പോയത്. കൂടുതലും ഈ ട്രേഡൊക്കെ അന്നത്തെ കാലത്ത് ബോംബെയിലായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ ബോംബെക്ക് വെളിയിൽ കൽക്കട്ട, ഡൽഹി പോലെയുള്ള മെട്രോസ് കഴിഞ്ഞാൽ മറ്റ് ചെറിയ ടൗണുകളൊന്നും ഈ സ്റ്റോക്ക് ബിസിനസ്സോ അങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസിനുള്ള സ്കോപ്പില്ല. നമ്മുടെ ആളുകളുടെ കഴിഞ്ഞ ജനറേഷനിലുള്ള ആളുകൾ ആക്ച്വലി ഇപ്പം നിങ്ങളുടെ അരോമലിൻ്റെ പറയുകയാണെങ്കിൽ 2 ജനറേഷൻ മുന്നേ എന്ന് പറയാം. 2 ജനറേഷൻ മുന്നേ ഉള്ള ആളുകൾ ബേസിക്കലി ഒന്നുകിൽ അവർ കാശ് കിട്ടിയാൽ എന്തെങ്കിലും ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യും. അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ആയിരുന്നു അവരുടെ മെയിൻ ഇൻകം എന്ന് പറയും. അപ്പോൾ അവർ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ കുറച്ച് ആളുകൾ എന്തെങ്കിലും ബിൽഡിംഗ് ഒക്കെ പണിത് റെൻറ്റ് അത്ര. പിന്നെ കുറച്ച് എമൗണ്ട് ഗോൾഡ്, അതും ഓർണമെൻറ്റ്സ് ആയിട്ട്. ഇതിനപ്പുറത്തേക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള സാധ്യതകളുമില്ല, പ്രൊഡക്ട്സും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ആക്സിഡൻ്റലായിട്ട് വന്നു എന്ന് പറയും. പക്ഷേ ഞാൻ ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ലോകത്തിൻ്റെ മറ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസിലൊക്കെ, US-ലും ജപ്പാനിലും അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ കൺട്രീസിലുമൊക്കെ ധാരാളം കോർപ്പറേറ്റ്സ് വന്ന് ബിസിനസ് മേഖലകൾ കീഴടക്കുകയും അവർക്ക് ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ നേട്ടത്തിൽ നമുക്കൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമ്മളൊരു കോർപ്പറേറ്റ് ആകണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അത്തരം കമ്പനികൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടിനുമുള്ള സാധ്യതകളും ഒക്കെ ഇവിടെ കുറവാണ്. എന്നാൽ ഇതിന് ഭാവിയിൽ ഒത്തിരി സാധ്യത ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവിലാണ് ഞാൻ ആക്ച്വലി എന്നാൽ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഈ രംഗത്തേക്ക് വന്നേക്കാം എന്ന് 1990 തീരുമാനിക്കുന്നത്. പക്ഷേ അപ്പോൾ ഈ 1990, 91, 92 എന്നുള്ള ഈ 3 വർഷം ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ വളരെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പീരീഡായിരുന്നു. നമ്മളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, നമ്മുടെ ഇൻഡിവിജ്വൽസിൻ്റെ അല്ല പറയുന്നത്, രാജ്യത്തിൻ്റെ വളരെ മോശമായി. ഇപ്പോൾ ഒരു സമയത്ത് നമുക്ക് 2 ആഴ്ചത്തേക്ക് സാധനം ഇമ്പോർട്ട് ചെയ്യാനുള്ള ഫണ്ട് പോലും കേന്ദ്ര ഗവൺമെൻറ്റിലില്ലായിരുന്നു. ക്രൂഡ് ഓയിൽ അങ്ങനത്തെ നമുക്ക് ബേസിക് എമർജൻസി ടൈമിലല്ല, അത് 76-ലാണ്. 91, 92 എന്ന് പറയുന്ന പീരീഡിലാണ്. 90, 91, 92 ഈ 2 വർഷങ്ങളിൽ വലിയ ക്രൈസിസ് ഉണ്ടായി. അപ്പം നമ്മളിവിടെ ആക്ച്വലി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡ്, റിസർവ് ബാങ്കിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡ് ഒരു പ്ലെയിനിൽ കയറ്റി UK കൊണ്ടുപോയി പണയം വെച്ചിട്ട് ആ കാശ് എടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് കുറച്ച് അവരുടെ ബിൽസ് എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരുന്നത്. അത്രമാത്രം ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലേക്ക് നമ്മൾ പോയി. അപ്പോൾ അന്ന് ഇന്ത്യയിലുള്ള ആ പൊളിറ്റീഷ്യൻസ് ഒരു
നരസിംഹറാവു എന്ന് പറഞ്ഞൊരു പ്രൈം മിനിസ്റ്ററായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി സാധാരണ പൊളിറ്റീഷ്യൻസ് മാനേജ് ചെയ്യുന്ന പോലെ എക്കണോമി മാനേജ് ചെയ്താൽ നമ്മൾ ഒരിടത്തും എത്തത്തില്ല. നമ്മളൊരു വലിയ രാജ്യമാണ്, വലിയ പോപ്പുലേഷനുണ്ട്, നമ്മൾ ഭയങ്കരമായിട്ട് അനാർക്കിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണ് മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞ ഒരു വേൾഡ് ബാങ്ക് ഉദ്യോഗസ്ഥനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഫിനാൻസ് മിനിസ്റ്ററാക്കി. ശരിക്കും ഒരു കമ്പല്ലിങ് സിറ്റുവേഷൻ വന്ന് വേറൊരു ചോയ്സ് ഇല്ലാതെ ചെയ്ത ഒരു കാര്യമാണ്. അദ്ദേഹം വന്നിട്ട് ലിബറലൈസേഷൻ എന്ന് പറഞ്ഞൊരു പോളിസി കൊണ്ടുവന്നു. അത് വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ എക്കണോമിയിൽ ഇന്നത്തെ പോലത്തെ ഉള്ള ഒരു മാറ്റത്തിൻ്റെ ഒരു തുടക്കം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഒരു ക്രൈസിസിൽ നിന്നാണ് ആ തുടക്കം ഉണ്ടാകുന്നത്. ആ ലിബറലൈസേഷൻ വന്നപ്പം പല മേഖലകളും ഓപ്പൺ അപ്പ് ചെയ്തു. അതിലൊരു മേഖലയായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റുകൾ. അങ്ങനെ അവിടെ ഒരു കമ്പനിക്കുള്ള സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സാർ അതിന് മുമ്പ് ഇപ്പോൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? അതിന് മുമ്പ് ഞാൻ ഇൻഡിവിജ്വലായിട്ടായിരുന്നു, വളരെ ചെറിയ തോതിൽ കുറച്ച് കസ്റ്റമേഴ്സ്, ഞാൻ പറഞ്ഞില്ല എൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്കായിട്ടും എനിക്ക് വളരെ ചെറിയൊരു ഗ്രൂപ്പിന് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്നുള്ള സർവീസൊന്നും അതൊന്നും ഇല്ല. ചെറിയൊരു ഗ്രൂപ്പ് ആളുകൾ, നമുക്ക് ഇതൊരു പണത്തിൻ്റെ ഒരു ഇടപാടായതുകൊണ്ട് അങ്ങനെ വലിയ ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് അങ്ങനെ ഡീൽ ചെയ്യത്തില്ലല്ലോ. പ്രത്യേകിച്ച് ഞാനൊരു തുടക്കക്കാരനുമാണ്. അപ്പോൾ എൻ്റെ കണക്ഷനുള്ള കുറച്ച് ആളുകൾക്ക് എൻ്റെ മാത്രമായിട്ട് ചെയ്യുക എന്നുള്ളൊരു ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ സ്കോപ്പ് മനസ്സിലായപ്പം എന്നാലൊരു കമ്പനി, അന്ന് ഈ സ്റ്റാർട്ടപ്പ് കൾച്ചറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ശരിക്കും അതൊരു സ്റ്റാർട്ടപ്പായിരുന്നു, അന്നത്തെ ഒരു സ്റ്റാർട്ടപ്പായിരുന്നു. അപ്പോൾ ഞാനൊരു ഒരു കമ്പനിയായിട്ട് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പല ആളുകളും എന്തിനാണ് ഇതിന് കമ്പനി, ഇത് കമ്പനിയെ ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മെമ്പർഷിപ്പുകളിനെ കമ്പനികൾക്ക് കിട്ടത്തില്ലായിരുന്നു അന്ന് ഐദർ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആയിരിക്കണം അല്ലെങ്കിൽ ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് ആയിരിക്കണം, അതിന് മാത്രമേ മെമ്പർഷിപ്പ് കിട്ടൂ. അപ്പോൾ ആദ്യമായിട്ട് ഈ മൻമോഹൻ സിംഗിന് ശേഷം മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന ലിബറലൈസേഷനിലെ ഒരു പോയിൻ്റ് ആയിരുന്നു സ്റ്റോക്ക് എക്സ്ചേഞ്ച് മെമ്പർഷിപ്പുകളൊക്കെ കോർപ്പറേറ്റൈസ് ചെയ്യുക. അപ്പോൾ ആ കോർപ്പറേറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരു കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ പക്ഷേ അതിന് കമ്പനി ഞാൻ തന്നെ തീരുമാനിച്ച കമ്പനി ആകില്ലല്ലോ, കമ്പനിക്ക് കൂട്ടത്തിൽ ആളുകളൊക്കെ വേണ്ടേ. പലരോടും ഞാൻ ചോദിച്ചപ്പം ഒരു 3-5 പേരെ എനിക്ക് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളെ കിട്ടി. കുറേ ആളുകളോട് സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ അതിലൊരു 3 പേരാണ് കീ ആയിട്ട്, ഒരു 5 പേരുണ്ടായിരുന്നു. അതിൽ 2 പേര് വളരെ ചെറിയ തോതിൽ ഞങ്ങൾക്ക് മോറൽ സപ്പോർട്ടും ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റും, ഞങ്ങളൊരു 3 ആളുകൾ വളരെ കീ ആയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഒരു അന്നത്തെ കാലത്ത് ഒരു 25 lakh ക്യാപിറ്റലുള്ള ഒരു കമ്പനി 92-ൽ. അതായത് ചില ഇപ്പോഴത്തെ രീതിയിൽ കുറച്ച് വലിയ തുകയായിരിക്കും, പക്ഷേ എന്നാലും അന്നും വലിയ അത്യാവശ്യം ഒരു തുകയുണ്ട്. പക്ഷേ ഞങ്ങളൊരു കമ്പനിയായിട്ട് ഇച്ചിരി സീരിയസ് ആയിട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു. പക്ഷേ അത് എനിക്കൊന്ന് സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോർപ്പറേറ്റ് ആണത്. അങ്ങനെയാണ് പിന്നീട് റെക്കോർഡ്സ് നോക്കിയപ്പോൾ മനസ്സിലായത്. അതിനു മുമ്പ് ബോംബെയിൽ ഒരു കമ്പനി മാത്രമേ ആക്ച്വലി ഒരു കമ്പനിയായിട്ട് ഈ മേഖലയുള്ളൂ. ഇപ്പോൾ ഈ മേഖലയിൽ കമ്പനികൾ മാത്രമേ ഉള്ളൂ കേട്ടോ, ഇനി അതും പറയാം, ഇൻഡിവിജ്വൽസ് ഇല്ല. ആ രീതിയിലാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അതിനുശേഷമാണ് അപ്പോൾ ദോഹ ബാങ്കുമായിട്ട് 2007 ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ്. ഞാൻ ഈ 92-ൽ ഇത് തുടങ്ങിയതിന് ശേഷം അന്ന് സെലക്ട് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞായിരുന്നു കമ്പനിയുടെ പേര്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ല, പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്നല്ല, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ടെക്നിക്കലി പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ടാണ് ഞാൻ രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സ്റ്റോക്ക് മാർക്കറ്റുകളിലൊക്കെ ഒരു സ്കാം ഉണ്ടായി. ആ സമയത്ത് ഒരു ഹർഷദ് മേത്ത സ്കാം. ആ സ്കാം വന്നപ്പോഴത്തേക്കും ബിസിനസ് എല്ലാം വളരെ മോശമായി, എല്ലാവർക്കും മോശമായി, ഞങ്ങൾക്കും ഈ ബിസിനസ് മേഖലയുള്ള എല്ലാവർക്കും. അപ്പോഴത്തേക്കും പിന്നെ നമുക്ക് 93-94 പീരീഡിലൊക്കെ ആ സമയത്ത് അടുത്ത സെറ്റ് ഓഫ് ഇത് വന്നു. സെബി അങ്ങനെ ഗവൺമെൻറ് അപ്പം നിർബന്ധിതരായി സ്കാമൊക്കെ ഉണ്ടായിരിക്കാൻ വേണ്ടി ഒരു റെഗുലേറ്ററെ കൊണ്ടുവന്നു. റെഗുലേറ്റർ വന്നതിന് ശേഷം ഒരു ഓൺലൈൻ ട്രേഡിംഗ് സംവിധാനവുമായിട്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വന്നു. അപ്പോൾ ഞങ്ങൾ ഒരു നാഷണൽ ലെവലിൽ പോയി ഓപ്പറേറ്റ് ചെയ്യണം. ഞങ്ങൾ സ്റ്റാർട്ടിങ് സമയത്ത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഈ NSE വന്നത് തന്നെ കംപ്ലീറ്റ്ലി പുതിയ മോഡലുമായിട്ടാണ്, കംപ്ലീറ്റ്ലി ഓൺലൈൻ ട്രേഡിംഗ് ആക്ടിവിറ്റിയൊക്കെ ആയിട്ട്. ആ സമയത്ത് അതൊരു വലിയൊരു റെവല്യൂഷനായിരുന്നു. ഇന്നിപ്പോൾ ഓൺലൈൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ കാര്യവും ഓൺലൈനാണ്. അന്ന് അതൊരു വലിയൊരു സംഭവമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ഹയർ ക്യാപിറ്റലൊക്കെ വേണം, നമുക്കൊരു 1.5 കോടി രൂപയോളം വേണം അതിൽ ആ ബിസിനസ് ആക്ടിവിറ്റി അന്ന് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഞങ്ങളുടെ കമ്പനിക്ക് അന്ന് ഒരു 25 lakh നെറ്റ്വർത്തൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ കുറച്ച് പാർട്ട്നേഴ്സിനെ കൂടെ പിടിച്ചു, വേറൊരു കമ്പനി ഉണ്ടാക്കി, അതിലേക്ക് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ആ കമ്പനിയായിരുന്നു എൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ട് ഞാനൊരു 5 വർഷം വർക്ക് ചെയ്തു, 2001 വരെ. പെനിൻസുലർ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നായിരുന്നു ആ കമ്പനിയുടെ പേര്. അത് പിന്നീട് ആ കമ്പനി വിറ്റു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം 2004 ഞാൻ ഈ പുതിയ സംരംഭം സെലക്ട് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് വേറെ ചെന്നൈ ബേസ്ഡ് ആയിട്ടൊരു കമ്പനി ടേക്ക് ഓവർ ചെയ്ത് അതിൽ റിവൈവ് ചെയ്തതിന് ശേഷമാണ് ദോഹ ബാങ്കൊക്കെ വരുന്നതും മറ്റ് ഇൻവെസ്റ്റേഴ്സൊക്കെ വരുന്നത്. അത് 2008 വരുന്നത്. മൊത്തത്തിൽ ഒരു കഴിഞ്ഞൊരു 30 വർഷം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ പോയി എന്നുള്ളത് സാറിന് എന്താ പറയുക കൺമുന്നിൽ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓപ്പൺലി ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു ഒരു ഗ്രോത്ത്, ഇന്ത്യയുടെ ഗ്രോത്ത് എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഗ്രോത്ത് നോക്കിയാൽ? അല്ല, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഈ 30-year ജേർണി എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ ഒരു റോസി സിറ്റുവേഷൻ അല്ല, വലിയൊരു റോളർ കോസ്റ്റർ റൈഡായിരുന്നു. പല സംവിധാനങ്ങൾ. ഇപ്പം 92-ൽ 93-ലൊക്കെ ഹർഷദ് മേത്ത സ്കാം വന്നെന്ന് പറഞ്ഞു. 2001 ഒരു .com ബേസ്റ്റ് ഉണ്ടായി, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും.
Y2K ഒരു ക്രൈസിസ് ഒക്കെ ഉണ്ടായി 2000-ൽ, കമ്പ്യൂട്ടേഴ്സിനൊക്കെ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഇൻ്റർനെറ്റിന് വന്നപ്പോൾ ഒരു വലിയൊരു ഹൈപ്പ് വന്നൊരു ബൂം വന്നു. പിന്നെ അതിനുശേഷം ആ ഇൻ്റർനെറ്റ് ബൂം അങ്ങ് ഫെയ്ഡ് ഔട്ടായി. കാര്യം ഇൻ്റർനെറ്റ് ബേസ്ഡ് കമ്പനികൾക്ക് റവന്യൂ ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ അതങ്ങ് ഫെയ്ഡ് ഔട്ടായി. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കൊളാപ്സ് ഉണ്ടായി ഒരു 2-3 വർഷത്തേക്ക്. ആ സമയത്ത് ഇന്ത്യ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തി പൊക്രാനിൽ. അപ്പോൾ കുറേ രാജ്യങ്ങൾ ഇന്ത്യയെ ബാൻ ചെയ്തു. അങ്ങനെ വന്നു ഇന്ത്യക്ക് ട്രേഡ് റിലേറ്റഡ് ഡിഫിക്കൽട്ടീസ് ഉണ്ടായി. അങ്ങനെ ഭയങ്കര ഇതിനിടയ്ക്ക് ഒത്തിരി പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റീസ് ഉണ്ടായി. 2-3 തവണ മന്ത്രിസഭ വരികയും പോവുകയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇലക്ഷൻസ് ഉണ്ടായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു 2008 വീണ്ടും ഒരു ഗ്ലോബൽ ക്രൈസിസ് ഉണ്ടായി, ഒരു സബ് പ്രൈം ക്രൈസിസ് എന്ന് പറഞ്ഞിട്ട്, ബാങ്കിങ് ലെവലിൽ. അങ്ങനത്തെ ക്രൈസിസുകളൊക്കെ ഉണ്ടാകുമ്പം ഒരു എക്കണോമിക് ഷോക്കാണല്ലോ. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കോവിഡിൻ്റെ ഒരു ക്രൈസിസ് ഉണ്ടായി 2020-ൽ. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള പല ക്രൈസിസുകളും ആ സമയത്ത് മാർക്കറ്റുകൾ വളരെയേറെ താഴേക്ക് വരുന്ന സിറ്റുവേഷൻ, ഇൻവെസ്റ്റ് ചെയ്തവർക്ക് നഷ്ടം ഉണ്ടാകുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായി. എക്കണോമികൾ തന്നെ ബാക്ക് ഫുട്ടിലേക്ക് പോയി. അതൊക്കെ കഴിഞ്ഞാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 വർഷം കോവിഡിന് ശേഷം മാർക്കറ്റുകളിലൊരു നല്ല നൈസായിട്ടൊരു റാലി വന്ന് ഒരു ഹൈ ലെവലിൽ പോയിരുന്നു. ഒരു ചെറിയ 22,000 ഈ നിഫ്റ്റിയൊക്കെ പറയുകയാണെങ്കിൽ 26,200 വരെ പോയി. ഇപ്പോൾ തിരിച്ചൊരു 10% ഇപ്പോൾ കറക്ഷൻ ടൈമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഒരാളുടെ ലൈഫിൽ ആക്ച്വലി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് 1-2 ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമെന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ട്. ലൈക്ക് 2008 റിസഷൻ ടൈമിൽ ലൈക്ക് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എല്ലാ മാർക്കറ്റ് അത്രയും ഡൗണിൽ കിടക്കുന്ന സമയമായിരുന്നു. ഈ പറഞ്ഞ 1993-94 ടൈമിലാണ് ലാഗേഷ് ചുഞ്ചുംബാലയൊക്കെ അത്രയും ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയൊക്കെ ലൈക്ക് പുള്ളിക്കാർ ആ ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു അത്രയും റിട്ടേൺസ് കിട്ടാനായിട്ട് സഹായിച്ചത്. ലൈക്ക് സെയിം ആയിരുന്നു 2020-ൽ ഞാൻ സ്വിസ്ലോണിൻ്റെ സ്റ്റോക്ക് 3 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആൻഡ് നൗ ഇറ്റ്സ് അറ്റ് 76 or സംതിങ്. അപ്പം അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു 4-5 വട്ടം സാറിന് ലൈഫിൽ, ഐ മീൻ ഈ ഒരു എന്താ പറയുക ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഒരു ലൈഫിൽ കിട്ടിയിട്ടുണ്ട്, ഒരു ജേർണിയിൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി കിട്ടുന്ന അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ വലിയ ക്രൈസിസ് ഉണ്ടാകുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറയാം. എഗ്രി വിത്ത് ദാറ്റ്. പക്ഷേ അതും ശരിക്കും പറഞ്ഞാൽ ഈ നിക്ഷേപത്തിൻ്റെ ഓവറോൾ സ്കീം ഓഫ് തിങ്സിൽ ആരോമല ഇതൊരു കാര്യമേ അല്ല. കാരണം ഈ ക്രൈസിസ് വരുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് നമ്മൾ സ്റ്റോക്ക് മേടിക്കാൻ പോകുന്നു, കോവിഡ് പിടിക്കപ്പെടാതെ വാക്സിൻ എടുക്കാൻ പോകുന്നു. നമ്മുടെ പ്രയോറിറ്റി എന്തിനായിരിക്കും? മനസ്സിലായിരിക്കും. നമ്മുടെ പ്രയോറിറ്റി. അപ്പോൾ എല്ലാ ക്രൈസിസും വരുന്ന സമയത്ത് നമുക്ക് ഓരോ പ്രയോറിറ്റീസ് ഉണ്ടാകും. ഇൻവെസ്റ്റ് ചെയ്യാൻ ആ സമയത്ത് അത് ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്നാണ് നമ്മളതിനെ പറയുന്നത്. അതായത് നമ്മൾ പറയത്തില്ല ഈ കാട്ടിലൊക്കെ മൃഗങ്ങൾ വേട്ടയാടാനിരിക്കുന്നു പറയത്തില്ല, വളരെ പതുങ്ങി ഇരുന്നിട്ട് അവസരം വരുമ്പോഴത്തേക്കും ചാടിയെന്ന്. അങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ നല്ലതാണ്. ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി പോലെ വലിയ ക്രൈസിസുകൾ ഉണ്ടാകുമ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷേ പലർക്കും അത് സാധിക്കത്തില്ല. ആ സമയത്ത് ചിലപ്പോൾ പണം ഉണ്ടാകത്തില്ല, ആ സമയത്ത് ചിലപ്പം വേറെ എന്തെങ്കിലും കാര്യങ്ങളിലുള്ള ഓക്യുപ്പൈഡ് ആയിരിക്കും. അങ്ങനത്തെ പല ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ കൺസെപ്റ്റ് ഇപ്പം ഈ സമീപകാലത്ത് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ, കണ്ടമാനം വീഡിയോസും പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പിക്ചറല്ല പലർക്കും മനസ്സിലായിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ആരോപണം ഇങ്ങനെ പറയുന്നത് പലരും പല കഥയാണ് പറയുന്നത്. പലരും ഒരു ഹൈപ്പോട് കൂടിയായി കഥകൾ പറയുന്നത്. അപ്പം ഈ ഹൈപ്പ് ശരിക്കും പറഞ്ഞാൽ അത്ര ആവശ്യമുള്ളൊരു സംഗതിയല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഡിസിപ്ലിനാണ് ആക്ച്വലി ബേസിക്കലി. ആ ഡിസിപ്ലിൻ വേണ്ടത്. ഇപ്പോൾ ഇത്ര നേരം ആരോപണം എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു, ഞാൻ ഈ ആരോപണത്തോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. വലിയ സമ്പന്നനായ ഒരാൾക്കാണോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യകത, വെൽത്ത് മാനേജ് ചെയ്യേണ്ട ആവശ്യകത, അതോ പാവപ്പെട്ട ഒരാൾക്കാണോ അതിൻ്റെ ആവശ്യം? പാവപ്പെട്ട ഒരാൾക്കാർ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം വെൽത്ത് ബിൽഡ് ചെയ്യണം എന്നുള്ളതല്ലേ പുള്ളിക്കാരൻ്റെ അടുത്ത്. വെരി കറക്റ്റ്. ഞാൻ പക്ഷേ പലരോടും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അവരെല്ലാം പറയുന്നതും പൊതുവെ ആളുകളുടെ ഒരു ധാരണയും സ്റ്റോക്ക് മാർക്കറ്റ് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ഫോർ ആൻ എലൈറ്റ് ക്ലാസ്. അല്ലെങ്കിൽ വെൽത്ത് മാനേജ്മെൻ്റ് ഒക്കെ നമ്മളിപ്പോൾ എന്ത് വെൽത്ത് മാനേജ് ചെയ്യാനാണ്? വി നീഡ് ടു തിങ്ക് അബൌട്ട് ലൈക്ക് എങ്ങനെ നമ്മുടെ ലോൺ അടയ്ക്കാം, എങ്ങനെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അടയ്ക്കാം, എങ്ങനെ നമുക്ക് കാർ മേടിക്കാം, ബൈക്കാണെങ്കിൽ കാർ മേടിക്കാം. ഇങ്ങനെയൊക്കെയാണ് ആ രീതിയിലാണ് ആളുകളുടെ തോട്ട് പ്രോസസ്സ് പോകുന്നത്. ആക്ച്വലി ഇതിൻ്റെ ഏറ്റവും വലിയ നീഡെന്ന് പറഞ്ഞാൽ വലിയ പണമുള്ള ഒരാൾക്ക് വെൽത്ത് മാനേജ്മെൻറ്റ് നീഡില്ല. ബിയോണ്ട് എ പോയിൻ്റ് ലൈക്ക് അയാൾക്ക് പണത്തിനും പിന്നെ ഒരു മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 0. വേറെ അതുകൊണ്ടൊന്നും അയാൾക്ക് നേടാനില്ല. അതേസമയം ചെറിയ പണമുള്ള ആളുകൾക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ ലൈഫ് അംബിഷൻസും ഗോൾസും അച്ചീവ് ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും ഒരു വീട് വേണം, എല്ലാവർക്കും ഒരു കാർ, മൊബിലിറ്റി വണ്ടി വേണം, നല്ല രീതിയിലുള്ള ജീവിത സൗകര്യങ്ങൾ വേണം. ഇതിലൊന്നും തെറ്റുണ്ടെന്ന് പറയാനൊക്കെ. നല്ല എഡ്യൂക്കേഷൻ വേണം, ഹെൽത്ത് കെയർ വേണം. ഇതെല്ലാം കോസ്റ്റ്ലിയാണ്, കൂടുതൽ കോസ്റ്റ്ലി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പണം കുറവുള്ള ആളുകൾക്കാണ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടതും. അവരാണ് പ്രോപ്പറായിട്ട് വെൽത്ത് മാനേജ് ചെയ്യുകയും നമ്മളുടെ ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സും ഗോൾസും ഒക്കെ സെറ്റ് ചെയ്യേണ്ടത്. ഇൻഷുറൻസിൻ്റെ കാര്യം ഇതുപോലെ തന്നെയാണ്. ഇപ്പം വളരെ കാശുള്ള ഒരാൾ, 5 കോടി രൂപ ഇയർലി ഇൻകം ഉള്ള ഒരാളാണെന്ന് ഇരിക്കട്ടെ, അസ്യൂം ചെയ്യും. അയാൾക്ക് എന്തിനാണ് ഹെൽത്ത് ഇൻഷുറൻസ്?
എന്തെങ്കിലും അസുഖം വന്നാലും അദ്ദേഹത്തിന് ട്രീറ്റ് ചെയ്യാം, കാശുണ്ടെങ്കിൽ പിന്നെ നേരെ കൊടുത്താൽ പോകും. കൊടുത്താൽ മതി. അതേസമയം ഒരു 20,000 രൂപ സാലറി ഉള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ ഒരു വർഷം 2,40,000 രൂപ വരുമാനമുള്ള ആൾ, അയാൾക്ക് 100% ഹെൽത്ത് ഇൻഷുറൻസ് വേണം. എന്താണ് കാരണം? അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ട് മാത്രമേ കവർ ചെയ്യാനൊക്കത്തുള്ളൂ. അയാളുടെ ബേസിക്കലി കിട്ടുന്ന 2,40,000 റുപ്പീസ് ഒരു വർഷം കിട്ടുന്നതിനകത്ത് 2,00,000 റുപ്പീസും ബേസിക് നെസസിറ്റീസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആളാണ്. അതൊന്നും മാറ്റി വെക്കാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കാണ് ഇൻഷുറൻസിൻ്റെ നീഡ് എപ്പോഴും കൂടുതൽ. അപ്പോൾ ഇത് നേരെ തിരിഞ്ഞാണ് ആളുകൾ തിങ്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഫസ്റ്റ് പോയിൻറ്റ്. സെക്കൻഡ് പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിസ്റ്റിക്കായിട്ടൊരു ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് എനിക്ക് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ വളരെ നല്ലത്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് ആളുകൾ വിചാരിച്ചിരിക്കുന്നത് സ്റ്റോക്ക് ഇപ്പം ഒരു എക്സാമ്പിൾ ആരോമൽ പറഞ്ഞല്ലോ, സിസ്റ്റർ ലോവർ പ്രൈസിൽ മേടിച്ചു ഹയർ പ്രൈസിൽ വിൽക്കും, അല്ലെങ്കിൽ ഹയർ പ്രൈസിൽ നമുക്കൊരു അവസരം കിട്ടുമ്പോൾ നമുക്കൊരു ലാഭം കിട്ടും, അങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു ധാരണ. അങ്ങനെയാണോ? അങ്ങനെയുമാണ്. അതൊരു ട്രേഡിംഗ് മെൻറ്റാലിറ്റിയാണ്, ട്രേഡേഴ്സിൻ്റെ മെൻറ്റാലിറ്റിയാണ്. ട്രേഡിംഗ് പ്രോഫിറ്റ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം എന്താ പറയുക, ഏത് സാധനം എന്തിനാണ് സ്റ്റോക്കാക്കുന്നത്? യു ക്യാൻ ബൈ എനിത്തിങ്. ഒരു കാറ് മേടിച്ച് ഹയർ പ്രൈസ് വിറ്റാലും നിങ്ങൾക്ക് ലാഭമാണ് കിട്ടുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്. ഗോൾഡ് മേടിച്ച് ഹയർ പ്രൈസ് വിറ്റാലും നിങ്ങൾക്ക് ലാഭമാണ് കിട്ടുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ട്രേഡബിൾ ആയിട്ടുള്ളൊരു സംഗതി ലോവർ പ്രൈസിൽ മേടിക്കാൻ സാധിക്കും, ഹയർ പ്രൈസിൽ വിൽക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു ട്രേഡിംഗ് പ്രോഫിറ്റ് ആയിട്ടുണ്ട്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിലെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന അങ്ങനെയേ അല്ല. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ എല്ലാ അസറ്റ്സിനും ഒരു അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു സംഗതിയുണ്ട്. ഇവിടുത്തെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് കമ്പനികളുടെ ഗ്രോത്താണ്. ഈ കമ്പനികൾ ഇപ്പം നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും, കഴിഞ്ഞ ഒരു 25-30 വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് മേഖലകളിൽ മാത്രമേ കമ്പനികളായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ എല്ലാ മേഖലകളിലും കമ്പനികളുണ്ട്. എഡ്യൂക്കേഷനിൽ ചെന്ന കമ്പനികളുണ്ട്, ഒരു ഓൺലൈൻ ട്രാവൽ ഏജൻസി നടത്തിയ കമ്പനിയുണ്ട്. എല്ലാ മേഖലകളും ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്. ഹോസ്പിറ്റൽസ് എല്ലാം കമ്പനികളായി. ഇപ്പോൾ നമ്മൾ എറണാകുളത്തുള്ള മെയിൻ ഹോസ്പിറ്റലുകളെല്ലാം കമ്പനികളാണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ കമ്പനികളില്ലാത്ത മേഖലകളില്ല. ഈ കമ്പനികൾക്കാണ് വളർച്ചാ സാധ്യത വളരെ കൂടുതൽ. അതെന്തുകൊണ്ടാണെന്നുകൂടെ ഞാൻ പറയാം. ഇപ്പം ആരോമൽ ഒരു ഇൻഡിവിജ്വലായിട്ട്, ആരോമലിന് ഇപ്പോൾ പ്രൊഫഷണലി ഡോക്ടറാണെങ്കിൽ ആരോമലിന് വേണമെങ്കിൽ ഒരു ഹോസ്പിറ്റൽ തുടങ്ങാം. ആരും തടസ്സമില്ല. കയ്യിൽ കാശുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റൽ തുടങ്ങാം. ഓക്കെ. പക്ഷേ പ്രൊഫഷണലായിട്ടുള്ള പല ആളുകളും ഹോസ്പിറ്റൽ തുടങ്ങിയിട്ട് വിജയിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് മാനേജ് ചെയ്യാനുള്ള സ്കില്ല് കാണത്തില്ല, ചിലപ്പോൾ അവർക്ക് അതിനുള്ള ടൈം കാണത്തില്ല. അങ്ങനെ പല പല പ്രശ്നങ്ങളാണ്. അതേസമയം ബിസിനസ്സായിട്ട് തുടങ്ങിയ ഹോസ്പിറ്റൽ തുടങ്ങിയ പല ഹോസ്പിറ്റൽ ചെയിൻസും ഇന്ന് വളരെ വലിയ ഹോസ്പിറ്റൽസായി, ഇൻക്ലൂഡിങ് ഇന്ത്യയിലെ അപ്പോളോ ഹോസ്പിറ്റൽ പോലെയുള്ള ചെയിൻസ്, എല്ലാ ചെയിൻസും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കോർപ്പറേറ്റ്സിന് എപ്പോഴും മാനേജ്മെൻറ്റിനൊരു ടീം കാണും. ആ ടീമിൽ ഒരാളായിരിക്കത്തില്ല, ഒരു ടീമാണ്, ഒരു സിസ്റ്റമാണ് ബിൽഡ് ചെയ്യുന്നത്. ആ ടീമിൻ്റെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഫാർ സുപ്പീരിയർ ദാൻ ആൻ ഇൻഡിവിജ്വൽ ഓർ എ പാർട്ട്ണർഷിപ്പ് വാട്ട് എവർ ഇറ്റ് ഈസ്. അതാണ് ഫസ്റ്റ് പോയിൻറ്റ്. അപ്പോൾ അവർക്ക് ഈ ബിസിനസ് സൈക്കിൾസ് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാനും, ഇതിനകത്ത് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം, എങ്ങനെ ബെനിഫിറ്റ് കൂടുതലുണ്ടാക്കാം, എങ്ങനെ പെട്ടെന്ന് ഗ്രോ ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള പല അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയിലെ മാത്രം സിറ്റുവേഷനല്ല, ലോകത്തെല്ലായിടത്തും കോർപ്പറേറ്റ്സിന് അഡ്വാൻറ്റേജസ് ഉണ്ട്. കേരളത്തിലൊക്കെ കോർപ്പറേറ്റ്സ് എന്ന് പറഞ്ഞാൽ എഗെയിൻ വേറൊരു തെറ്റിദ്ധാരണ, കോർപ്പറേറ്റ് മീൻസ് കുത്തക, ഇങ്ങനെയാണ് ആളുകൾ കേട്ടിട്ടില്ലേ? കോർപ്പറേറ്റ്സ് എന്ന് പറയാണ്ട് വലിയ ക്രൈം എന്നുള്ള രീതിയിലാണ് പലരും സംസാരിക്കുന്നത്. ശരിക്കും പിന്നെ പണ്ട് കാലത്ത് ഇങ്ങനെ പറയും, ഇങ്ങനെ ടാറ്റ ബിർള എന്നൊക്കെ പറയുന്നതൊക്കെ കുത്തകളാണെന്നൊക്കെ പറയും. ആക്ച്വലി കോർപ്പറേറ്റ്സ് ശരിക്കും വന്നാൽ മാത്രമേ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകത്തുള്ളൂ, അന്നേരം മാത്രമേ രാജ്യം ഗ്രോ ചെയ്യത്തുള്ളൂ. അതാണ് അതിൻ്റെ സത്യം. ഇനി കോർപ്പറേറ്റ്സ് ഈ പറഞ്ഞ പോലെ അവരുടെ കമ്പൈൻഡ് ഇൻ്റലിജൻസ്, മാനേജറിയൽ സ്കിൽസ്, അവരുടെ അവർക്ക് റിസോഴ്സസ് കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പല മേഖലകളിൽ കൂടെ റിസോഴ്സസ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ കേപ്പബിലിറ്റി വെച്ചിട്ട് സാധാരണ രീതിയിൽ ഉള്ള ബിസിനസ്സുകൾ ഗ്രോ ചെയ്യുന്നതിനേക്കാളും വലുതായിട്ട് അവർ ഗ്രോ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇന്ത്യൻ എക്കണോമി ഒരു വർഷം 5%, 6%, 7%, ചിലപ്പോൾ 8% ഒക്കെ ഗ്രോ ചെയ്യും. ഇപ്പോൾ സമീപകാലത്തൊക്കെ 7% ഗ്രോത്ത് എക്കണോമിക്കുള്ളത്. എക്കണോമി 7% ഗ്രോ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കമ്പനി റിസൾട്ടുകളൊക്കെ നോക്കിയോ. ഇപ്പോൾ ക്വാർട്ടർലി ബേസിസിലും ആനുവൽ റിസൾട്ടുകളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, പല കമ്പനികളും 20-25% സെയിൽസ് ഗ്രോ ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റും ഗ്രോ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ എക്കണോമിക് ഗ്രോത്തിനേക്കാളും ഇൻഡിവിജ്വൽസ് ബിസിനസ് നടത്തുന്നതിനേക്കാളും ഫാർ എക്സീഡ് ചെയ്ത ഒരു ഗ്രോത്ത് റേറ്റ് കമ്പനികൾക്കുണ്ട്. ഗ്രോ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവരുടെ സെയിൽസ് കൂടി, ടേൺ ഓവർ കൂടി, പ്രോഫിറ്റ് കൂടി, അവരുടെ റിസർവ്സ് കൂടി, ബാലൻസ് ഷീറ്റിൻ്റെ സൈസ് കൂടി എന്ന് പറഞ്ഞാൽ അവരുടെ നെറ്റ്വർത്ത് കൂടി. അപ്പോൾ അവരുടെ ഷെയർ ഹോൾഡറായിട്ടിരിക്കുന്ന എല്ലാവർക്കും ഇത് കൂടി കിട്ടും. ശരിക്കും എങ്ങനെയാണ് ആക്ച്വലി ഈ സ്റ്റോക്കിൻ്റെ വില കയറുന്നത്? അപ്പം നെറ്റ്വർത്ത് കൂടുമ്പോൾ നാച്ചുറലായിട്ടും ബെറ്റർ പെർഫോമിങ് കമ്പനികളുടെ സ്റ്റോക്കിൻ്റെ വിലയും മുകളിലേക്ക് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്കും കാശ്. ഇങ്ങനെയാണ് വെൽത്ത് ബിൽഡ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റ്. ഇതാണ് തീമെന്നുണ്ടെങ്കിൽ
ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ വലിയ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ സമയത്തും ഏത് മാർക്കറ്റ് കണ്ടീഷനിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരു SIP പോലെ എല്ലാ മാസവും അല്ലെങ്കിൽ ബൈ മന്ത്ലി ആയിട്ട് ഒരു എമൗണ്ട് ആയിട്ട് ഇടാം. തീർച്ചയായിട്ടും അത് നമുക്ക് കുറച്ചുകൂടെ ഡിസ്കസ് ചെയ്യാം. അതെന്താണെന്നുള്ളത് ഞാൻ ഒന്നുകൂടെ പറയാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ് ആരോമൽ പറഞ്ഞത്. ഞാൻ ആക്ച്വലി ഒരു ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം, എങ്ങനെ മാർക്കറ്റിൽ എൻട്രി ചെയ്യാം, അല്ലെങ്കിൽ എന്ത് പ്രൊഡക്റ്റുകൾ ആളുകൾക്ക് ചൂസ് ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റിയും സ്റ്റോക്ക് മാർക്കറ്റ് ഗ്രോത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ ഒത്തിരി അപ്രിഹെൻഷൻസ് ഉണ്ട്, പല ആളുകൾക്കും ഉണ്ട്. ഞാനൊക്കെ വർഷങ്ങളോളം എനിക്കൊരു 1500 TV ഷോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത്രയും കുറേ റെഗുലർ ഷോസ് ചെയ്തിട്ടുണ്ട്. കുറേയേറെ കോളേജ് ഫിനാൻഷ്യൽ ലിറ്ററസി കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും കുറേയേറെ കോളേജ് പ്രോഗ്രാംസും അങ്ങനത്തെ ഉള്ള ഇവൻറ്റുകളും എല്ലാം സെമിനാർസും ഒക്കെ ഞാൻ പേപ്പർ പ്രസൻറ്റേഷൻസും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആളുകളുടെ മനസ്സിലുള്ള ഒരു ധാരണ, കുറേയേറെ ആളുകൾ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്പെക്കുലേറ്റേഴ്സിൻ്റെ, ഗ്യാംബ്ലേഴ്സിൻ്റെ ഒരു ഏരിയയാണ്. ഇപ്പോൾ ഈ ഡിജിറ്റൽ റെവല്യൂഷൻ നടക്കുന്ന ഒരു കാലമാണല്ലോ നമ്മുടെ ഇന്ത്യയിൽ. ലോകത്തെല്ലായിടത്തും ഉണ്ട്, ഇന്ത്യയിൽ അത് വളരെ ഫാസ്റ്റായിട്ടുണ്ട്. ഇന്ത്യയിൽ പോലും ഇപ്പോൾ പോലും നിങ്ങൾ ഈ പറയുന്ന വീഡിയോസൊക്കെ പലതും കണ്ടു കഴിഞ്ഞാൽ യൂട്യൂബിൽ പലതും പറയുന്നത് വളരെ പെട്ടെന്ന് എങ്ങനെ കാശുണ്ടാക്കാം. ഒരാൾ നമ്മളൊരു ഓൺലൈനിൽ യൂട്യൂബിൽ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്രോക്കിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് നേരെ ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ. ഐ മീൻ ഇതിൻ്റെ എക്സ്ട്രീം കേസാണ് പറയുന്നത്, നേരെ ഒരു എക്സ്ട്രീം ഒന്നും അല്ല പറയുന്നത്. കറക്റ്റാണ് അറിയാമല്ലേ. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ മനസ്സിലൊരു ചെറിയൊരു ഗ്രീഡിൻ്റെ എലമെൻ്റ് ഉണ്ട്. അതിപ്പോൾ ആളുകൾക്ക് എന്ത് തോന്നുന്നു ഉദ്ദേശിച്ചിട്ടല്ല, ഞാൻ മനുഷ്യരല്ല, അങ്ങനെയുണ്ട്. ആ ഗ്രീഡിൻ്റെ എലമെൻ്റ് ഉള്ളതുകൊണ്ട് അത് ഊതിപ്പെരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ആരോമലിനോട് ഒന്ന് പറയാം, ആരോമൽ ഒരു കാര്യം ചെയ്യുക, 10 ലക്ഷം രൂപ ഇട്ടു, ഒരു 2 മാസം കൊണ്ട് അത് ഞാൻ 15 ലക്ഷം രൂപ ആക്കി തരാം. അതാണ് ഈ ഒരു മെൻറ്റാലിറ്റി ആണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഇഗ്നൈറ്റ് ചെയ്യാവുന്നത്. അപ്പോൾ അത് വളരെ അങ്ങനെ പലരും വീണ് പോയി ഇത്തരം കാര്യങ്ങൾക്കകത്ത്. ആക്ച്വലി ഇത്തരത്തിലുള്ള ഒരു അപ്രോച്ചിന് പറ്റിയ ഒരു മേഖലയേ അല്ല ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായി? ഷോർട്ട് ടേമിൽ ലാഭം ഉണ്ടാക്കാനോ വളരെ പെട്ടെന്ന് ഇതിനകത്തൊരു ഗെയിൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സ്പെക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങനെ ആകുന്ന 1-2 പേരുണ്ടാവും. അതാണ് വേറൊരു പ്രശ്നം. ഇവരെ മാത്രം നമ്മൾ ഷോക്കേസ് ചെയ്തിരിക്കും. അതായത് അയാൾ 10,000 രൂപയും കൊണ്ട് തുടങ്ങി ഇപ്പം 10,000 കോടിയായി. സോ ദിസ് ഈസ് എ കൈൻഡ് ഓഫ് സ്റ്റോറി വിച്ച് ഇസ് കമ്മിങ്. അപ്പോൾ ഇന്നത്തെ ജനറേഷനിൽ ഡിജിറ്റൽ റവല്യൂഷൻ ഉള്ള സമയത്ത് പോലും ഇതാണ് ഇതിനെപ്പറ്റിയുള്ളൊരു തെറ്റായ ധാരണ. ആക്ച്വലി നമുക്ക് ആ രീതിയിൽ അപ്രോച്ച് ചെയ്താൽ നമുക്ക് വിജയിക്കത്തേ ഇല്ലെന്ന് മാത്രമല്ല, പലരും പരാജയപ്പെട്ടു പോവുക ചെയ്തു. കാരണം എന്താണ്? ഇതിന് നമുക്ക് കുറുക്കുവഴികളില്ല. മനസ്സിലായില്ലേ? ഒരു ഡിസിപ്ലിൻ വേണമെന്ന് നമ്മൾ ആദ്യം പറഞ്ഞതിൻ്റെ കാരണം സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, നല്ല കമ്പനികൾ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടേതായിട്ടുള്ളൊരു മെത്തഡോളജി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആയി എന്ന് തോന്നിയാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നല്ല കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ട്രേഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ അതൊന്നും ഒരാൾക്കും ഇപ്പം നീന്തൽ കരക്കിരുന്നിട്ട് പഠിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു തന്നിട്ട് ആരോമലിന് നീന്താൻ പഠിക്കാൻ പറ്റും? ടെക്നിക്സൊക്കെ പറയാമെന്നല്ലാതെ എൻഡ് ഓഫ് ദ ഡേ ആരോമൽ തന്നെ വെള്ളത്തിലിറങ്ങി നീന്തി പഠിക്കണം. ഇല്ലേ? ശരിയല്ലേ? ഇതേപോലെ ഉള്ളൂ ഈ കാര്യവും. എല്ലാ സ്കില്ലിൻ്റെയും കാര്യം പറഞ്ഞ പോലെ ഇതിൽ ട്രേഡിങ്ങൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി ട്രേഡറാണെങ്കിൽ. പക്ഷേ ഇൻവെസ്റ്റർ ആണെങ്കിൽ അദ്ദേഹത്തിന് ഒത്തിരി ചോയ്സുകളുണ്ട്. ഇൻവെസ്റ്റർ ആണെങ്കിൽ നല്ലൊരു അഡ്വൈസറുടെ അടുത്ത് പോയിട്ടൊരു പോർട്ട്ഫോളിയോ ബിൽഡപ്പ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാം, തന്നെ കുറേ സ്റ്റഡി നടത്തിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ വഴി ഇൻവെസ്റ്റ് ചെയ്യാം. അതിൽ തന്നെയുള്ള വളരെ പോപ്പുലറായിട്ടുള്ള വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു സ്കീമാണ് SIP എന്ന് പറയുന്നത്. SIP എന്ന് പറഞ്ഞാൽ റെഗുലർ ഇൻ്റർവെൽസിൽ നമ്മൾ ഇപ്പോൾ ഒരു മന്ത്ലിയോ അല്ലെങ്കിൽ വീക്കിലിയോ അല്ലെങ്കിൽ ഇയർലിയോ ഒരു എമൗണ്ട്, ഫിക്സ്ഡ് എമൗണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലോങ്ങർ പീരീഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ലോങ്ങർ പീരീഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മൈൻഡ് ബോഗ്ലിംഗ് റിട്ടേൺസ് ആണ്. നിങ്ങൾക്കത് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഞാൻ വേണമെന്നുണ്ടെങ്കിൽ. അതായത് നമ്മളൊരു SIPയുടെ കാര്യമാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ SIPക്കകത്ത് ഒരു വലിയ കൺസെപ്റ്റ് ഉണ്ട്, കോമ്പൗണ്ടിങ് എന്ന് പറയും. അതാണ് അതിനകത്ത് റിയലായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നത്തിങ് ടു ഡു വിത്ത് സ്റ്റോക്ക് മാർക്കറ്റ്, ഇറ്റ് ഈസ് നത്തിങ് ടു ഡു വിത്ത് എനി ഓഫ് ദി പ്യുവർ മാത്തമാറ്റിക്സ് ആണ്. അറിയാമായിരുന്നത്? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. 5 വർഷം. അതായത് നിങ്ങൾക്ക് ഒരു അസറ്റ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. നിങ്ങളിപ്പം ഫൊർഗെറ്റ് അബൌട്ട് സ്റ്റോക്ക് മാർക്കറ്റ്, പഴയ റിക്കറിങ് ഡെപ്പോസിറ്റിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, RD. അത് റിക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിള്ളേരുടെയൊക്കെ പേരിൽ എല്ലാ വർഷവും 2,000 രൂപ 1,000 രൂപ ഒക്കെ വെച്ചിടും, അല്ലെങ്കിൽ എല്ലാ മാസവും ഇടും. അതിങ്ങനെ 10-25 വർഷം കഴിയുമ്പോഴത്തേക്കും ഒരു വലിയ തുകയായിട്ട് വരും. ഒരു 6-7 അല്ലെങ്കിൽ 8% റിട്ടേണേ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന് കിട്ടത്തുള്ളൂ. പക്ഷേ അത്
കുറേ വർഷം കഴിയുമ്പോൾ വലിയ തുകയാകും. പലർക്കും അത് വലിയൊരു സംഭവമായിട്ടാണ് പലർക്കും മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? ഒരു റിട്ടേൺ, ഇപ്പോൾ 10% റിട്ടേൺ കിട്ടുന്ന ഒരു അസറ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ 10 ഇയേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു എക്സ് എമൗണ്ട് കിട്ടും. 10% റിട്ടേൺ കിട്ടുന്ന അസറ്റിൽ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക 10 ഇയേഴ്സിലേക്ക്. സാധാരണ രീതിയിൽ ഒരു വർഷം ആ സാധനത്തിൽ 10% റിട്ടേൺ കിട്ടുക പറഞ്ഞാൽ 10 ലക്ഷം രൂപയ്ക്ക് 1 ലക്ഷം രൂപ കിട്ടും. മനസ്സിലായോ? അപ്പം അങ്ങനെ പിന്നെ 11 ലക്ഷം രൂപയുടെ 1 ലക്ഷം രൂപ കിട്ടും അടുത്ത്. അപ്പോൾ 1,10,000 കിട്ടും. അങ്ങനെ കൂടി 10 വർഷം കഴിയുമ്പോഴത്തേക്കും സാധാരണ രീതിയിൽ 10% റിട്ടേൺ കിട്ടുമ്പോഴത്തേക്കും ഈ സാധനം എത്ര വരുമെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. മനസ്സിലായോ? നമ്മളുടെ 10 ലക്ഷം രൂപ ഒരു 12-13 ലക്ഷം രൂപ അഡീഷണൽ ആയിട്ട് ഏൺ ചെയ്തോടെ കൂട്ടി 23 ലക്ഷം രൂപ ആയിട്ടോ അല്ലെങ്കിൽ 24 ലക്ഷം രൂപ ആയിട്ടോ വരും. സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇനി ഈ 10% റിട്ടേണിൽ 20 വർഷമാണ് ഇടുന്നത്. അപ്പോൾ എത്രയാകാം? സ്വാഭാവികമായിട്ട് 10 വർഷം കൊണ്ട് 23 ലക്ഷം രൂപ ആയെന്നിരിക്കും. പിന്നെ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. അത് 46 ആകുമെന്നാണല്ലോ സാധാരണ ആലോചിക്കുന്നത്. അതെ അല്ലേ? എന്നാൽ 46 അല്ല ആകുന്നത്. കൂട്ടി നോക്കിക്കോളൂ. ഇതേ ഫോർമുലയായിട്ട് നിങ്ങളൊരു എക്സൽ എടുത്ത് കൂട്ടിയാലും മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അത് 46 പകരം 56, 58, 60 ഒക്കെ ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഇതിനകത്ത് കോമ്പൗണ്ട് ചെയ്ത് ആഡ് ചെയ്ത് വരികയാണ്. ഇനി അത് 30 വർഷം ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ വർഷം 23 ആയത് അടുത്ത 20 വർഷമായപ്പോഴത്തേക്കും 23 46 ആകുന്ന സ്ഥലത്ത് 58 അത് 30 വർഷമായപ്പോഴത്തേക്കും പിന്നെ ഒരു 23 ആഡ് ചെയ്ത് 76 ലക്ഷം രൂപയാണ്. പക്ഷേ ആക്ച്വലി അത് 1.5 കോടിയായിട്ട് മാറിയിട്ടുണ്ടാവും. ഇത് കോമ്പൗണ്ട് ചെയ്ത് വരികയാണ് ഇതിനകത്ത്. തീർന്നില്ല ഇതിനകത്തെ കാര്യം. സപ്പോസ് ഈ 10% റിട്ടേൺ പകരം 15% റിട്ടേൺ ആണ് വരുന്നതെന്നിരിക്കട്ടെ, ജനറേറ്റ് ചെയ്തതെന്നിരിക്കട്ടെ, ആക്ച്വലി അണ്ടർലൈങ് അസറ്റ്. ഇതിൻ്റെ എൻഡ് ഫിഗർ എന്ന് പറയുന്നത് ഈ 1.5 കോടിക്ക് പകരം അതിൻ്റെ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ആയിരിക്കും. ഇത് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. ഇത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ് ചെയ്താലും. അപ്പം നമുക്ക് വേണ്ടത് എന്താണ്? ഈ SIP പോലെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഹയസ്റ്റ് റിട്ടേൺ കിട്ടുന്ന ഒരു അസറ്റ് ക്ലാസ്സാണ് നമുക്ക് വേണ്ടത്. അതിന് നല്ലൊരു അസറ്റ് ക്ലാസ് ഇപ്പോൾ ഉള്ളത് ഇക്വിറ്റിയാണ്. കാരണം ഈ കമ്പനികളൊക്കെ 15-20% ഗ്രോ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. ആവറേജ് ഇപ്പോൾ ഇൻഡെക്സ് പോലും എടുത്തു നോക്കിയാൽ 15% ഗ്രോത്ത് ഉണ്ട് ഇന്ത്യയിൽ. ഒരു വർഷത്തെ അല്ല ഞാൻ പറയുന്നത്, കഴിഞ്ഞ 30 വർഷം എടുത്ത് നോക്കിയാൽ പോലും 15% ഗ്രോത്ത് ഉണ്ട്. ഇപ്പോൾ ലോങ് ടൈം ഒരു 14-15% ഗ്രോത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് ഒരു 6-7% ആണ് കിട്ടുന്നത്. ഗോൾഡ് അറൗണ്ട് ഒരു 7-8% ആണ്. റിയൽ എസ്റ്റേറ്റ് ഒരു 6-7% ആണ്. പിന്നെ ഈ അപൂർവം മറ്റ് ചില സ്ട്രക്ചേർഡ് പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട്, NCDs ഒക്കെ പോലെ. അതിലൊക്കെ ഒരു 10%, 9% കിട്ടും. പക്ഷേ ഒരു 14-15% റിട്ടേൺ കിട്ടാവുന്ന ഒരു അസറ്റ് ക്ലാസ് ഇക്വിറ്റിയാണ്. അതുകൊണ്ടാണ് അതിൽ SIP ചെയ്യണമെന്ന് പറയുന്നത്. രണ്ടാമത്, നമ്മളിപ്പോൾ മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ, ലംസമായിട്ടൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന. എല്ലാവരുടെയും കയ്യിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ കാശ് കാണണമെന്നില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും വേണമെങ്കിൽ ഒരു മാസം 5,000 രൂപ സേവ് ചെയ്യുക, അല്ലെ 10,000 രൂപ സേവ് ചെയ്യുക, അല്ലെ ഒരു വർഷം 2 ലക്ഷം രൂപ ഉണ്ടാക്കുക, 1 ലക്ഷം രൂപ സേവ് ചെയ്യുക. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്, റെഗുലർ ഇൻ്റർവെൽസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് SIP എന്ന് പറയുന്നത്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. അവിടെയും ഈ ഫിഗർ, അതായത് 2 കൺസെപ്റ്റ് അതിനകത്തുള്ളത്. ബെറ്റർ റിട്ടേൺസ് കിട്ടുന്ന അസറ്റ് ക്ലാസ്സിലാണോ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്, ദ ലോങ്ങർ ദ പീരിയഡ് യുവർ എൻ ഫിഗർ വിൽ ബി മൈൻഡ് ബ്ലോഗിങ്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇമാജിൻ ചെയ്യാൻ മേലാത്ത ഒരു ഫിഗറിലേക്ക് പോകും. സപ്പോസ് ഇപ്പോൾ ഒരു 25 ഇയേഴ്സ് ഉള്ള ആണ് ആരോമലെങ്കിൽ 25 ഇയേഴ്സിൽ ആരോമൽ ഒരു മന്ത്ലി 10,000 റുപ്പീസ് വെച്ച് സേവ് ചെയ്യുക. മനസ്സിലായില്ലേ? 10,000 റുപ്പീസ് വെച്ച് സേവ് ചെയ്തിട്ട് ആരോമലിന് റിട്ടയർമെൻറ്റ് ഏജ് ആകുന്ന 60 ഇയേഴ്സ് വരെ ആരോമൽ സേവ് ചെയ്യാന്നിരിക്കട്ടെ. 60 ഇയേഴ്സ് ആകുമ്പോൾ ഇത് എന്ത് ഫിഗർ ആകും? 15% റിട്ടേൺ ആണ് ജനറേറ്റ് ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്ത് ഫിഗർ ആകുമെന്നാണ് ആരോമലിൻ്റെ ഒരു ഗസ്? അതായത് ആനുവലി ഒരു 1.2 lakhs ആണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 12 മാസം വെച്ചിട്ട്. 60 ഇയേഴ്സ് വേണ്ട, 55 ഇയേഴ്സ് മതി കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമായിട്ട്. 30 വർഷം ആകുമ്പോൾ എത്രയാവും? ഒരു 36 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യും അല്ലേ? അതെ. അത് എത്രയാകാമായിരിക്കും അവസാനം? കോമ്പൗണ്ട് ചെയ്യാല്ല, സിമ്പിൾ ഇൻട്രസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു 3 times ആവും. നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്താം. ഈ പോഡ്കാസ്റ്റിൻ്റെ അവസാനം വ്യൂവേഴ്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടെ. ഒരു കുറുക്കുവഴി പറഞ്ഞുതരാം. ഈസി ആയിട്ട് പോയിട്ട് ഇപ്പം ഞങ്ങളുടെയൊക്കെ സൈറ്റിൽ പോയാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറ്റ് സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് കാൽക്കുലേറ്റേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്. SIP കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റർ എടുത്ത് നോക്കിയാൽ ഇത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. ആ കാൽക്കുലേറ്റർ എടുത്ത് നോക്കിയാൽ ഈ ഫൈനൽ ഫിഗർ നമുക്ക് കിട്ടും. നമുക്ക് പ്രോഗ്രാമിൻ്റെ അവസാനം പറയാം ഫൈനൽ ഫിഗർ എന്താണ്. അപ്പോൾ ആളുകളൊന്ന് കൂട്ടി നോക്കട്ടെ
എന്താ സാറേ അപ്പം ഞാൻ അടുത്ത് ഇതിൻ്റെ കൂടെ ചോദിക്കുന്നത് SWP എന്ന് പറഞ്ഞ ട്രെൻഡ് ഇപ്പോൾ വരുന്നുണ്ടല്ലോ ഭയങ്കരമായിട്ട്. അത് ആക്ച്വലി അതെന്ന് പറഞ്ഞാൽ ഒരു SIPയുടെ ഒരു നെക്സ്റ്റ് വേർഷൻ എന്നുള്ള രീതിയിലാണ് ഇപ്പം. കാരണം ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും പറയുന്ന ഒരു ഇതാണ് SWP. ലൈക്ക് SWPയിൽ ഇത്ര രൂപ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം ഇത്ര ഇയേഴ്സിൽ. അപ്പം SWP പറ്റി സാറിന് എന്താണ് അത്? SWP പറ്റിയുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഒരു പെൻഷൻ റീപ്ലേസ്മെൻ്റ് ആയിട്ടുള്ള ഒരു ഏറ്റവും ബെസ്റ്റ് ഒരു പ്രോഡക്റ്റാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഈ പെൻഷൻസ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ പഴയ പെൻഷൻ ഗവൺമെൻറ് എംപ്ലോയീസാണ്. ഈ ഗവൺമെൻറ് എംപ്ലോയീസ് എന്ന് പറയുന്നത് ഹാർഡ്ലി 1% ഓഫ് ദ പോപ്പുലേഷനാണ്. എന്ന് പറഞ്ഞാൽ 99% ഓഫ് ദ പോപ്പുലേഷനും യാതൊരു രീതിയിലുമുള്ള പെൻഷൻ ബെനിഫിറ്റ്സ് ഇല്ല, ഗവൺമെൻറ്റോട്ട് കൊടുക്കാനും പറ്റത്തില്ല. ഇപ്പോൾ നിലവിൽ ഗവൺമെൻറ് എംപ്ലോയീസിന് പോലും ഒരു പാർട്ടിസിപ്പേറ്ററി പെൻഷനാണ് കൊടുക്കുന്നത്. NPS എന്ന് പറഞ്ഞൊരു സാധനമാണ് ഓഫർ ചെയ്യുന്നത്. അതിപ്പോൾ പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ പബ്ലിക്കൊന്നും ഇതിനെപ്പറ്റി തിങ്ക് ചെയ്യുന്നില്ല. എന്നാൽ ആരോമലിലും എനിക്കും എല്ലാവർക്കും ഓരോ വർഷം കഴിയും തോറും ഓരോ വയസ്സ് കൂടിക്കൊണ്ടിരിക്കും. കുറേ നാൾ കഴിയുമ്പോൾ എല്ലാവരും റിട്ടയർമെൻറ്റ് ഏജ് ആവും. കുറേ നാൾ ആ റിട്ടയർമെൻറ്റ് ഏജ് കഴിയുന്നതോടുകൂടി നിങ്ങളുടെ വരുമാനം കുറയാൻ തുടങ്ങും. പക്ഷേ നിങ്ങളുടെ ചിലവൊട്ട് കുറയത്തുമില്ല. നിങ്ങളുടെ ചിലവ് ഇൻഫാക്റ്റ് കൂടത്തേ ഉള്ളൂ. എന്താണ്? മെഡിസിന് ചിലവ് കൂടും, ഇൻഫ്ലേഷൻ കൂടും, അല്ലാതെ തന്നെ ഹോസ്പിറ്റൽ എക്സ്പെൻസും ഒക്കെ അഡീഷണൽ ആയിട്ട് കയറി വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് പണത്തിന് അന്നേരം ആവശ്യമുണ്ട്. അതുകൊണ്ട് പെൻഷൻ എല്ലാവർക്കും അത്യാവശ്യമുള്ള ഹൗസ് വൈഫ് തൊട്ട് സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾ തൊട്ട് എല്ലാവർക്കും വേണം പെൻഷൻ. അത് ഈ പെൻഷൻ ഗവൺമെൻറ് കൊടുക്കുന്നത് NPS വഴി ഇപ്പം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കേട്ടോ. അത് വേറൊരു കാര്യം ഞാൻ പറഞ്ഞു. ഇല്ലാതെ തന്നെ ചെയ്യാവുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെക്കാനിസമാണ് SIP, പിന്നെ അത് SWP ആയിട്ട് മാറ്റുക എന്നുള്ളത്. അതായത് നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 10,000 രൂപ വെച്ച് നിങ്ങൾ 30 വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ 30 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. 30 വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നു. 60-ാമത്തെ വയസ്സ് തൊട്ട് നിങ്ങൾക്ക് ഒരു മാസം 1 ലക്ഷം രൂപ വെച്ച് പെൻഷൻ കിട്ടും. 1 ലക്ഷം രൂപ വെച്ച് നിങ്ങൾ തിരിച്ച് വിഡ്രോ ചെയ്യുന്നതിൽ നിന്ന്. മനസ്സിലായോ? നിങ്ങൾ ചിലപ്പോൾ 70 വയസ്സ് വരെ ജീവിക്കാം, 80 വയസ്സ് വരെ ജീവിക്കാം, 90 വയസ്സ് വരെ ജീവിക്കാം, ദൈവത്തിനെ അറിയത്തുള്ളൂ. 90 വയസ്സിൽ നിങ്ങൾ മരിക്കുമ്പോഴും നിങ്ങൾക്കൊരു നല്ല കോർപ്പസ് അവിടെ ബാലൻസും കാണും. അന്ന് വരെ ഈ പറഞ്ഞ പോലത്തെ ഒരു തുക പെൻഷൻ പോലെ കിട്ടുന്നതുകൊണ്ട് വളരെയേറെ സേഫ്റ്റി, സെക്യൂരിറ്റി ഫീൽ ചെയ്യും. ഈ ഓൾഡർ ആളുകൾക്കുണ്ടാകേണ്ട ഏറ്റവും വലിയൊരു അൺസർട്ടനിറ്റി എന്നാന്ന് ചോദിച്ചാൽ, അവർക്ക് ഇന്നത്തെ കാലത്ത് അവർക്കൊരു ഏജ് കഴിഞ്ഞാൽ അവർക്ക് വരുമാനം കൂടി ഇല്ലെന്നുണ്ടെങ്കിൽ അവർ വലിയൊരു ക്രൈസിസിലാണ് ശരിക്കും. മനസ്സിലായോ? ആ ഒരു അൺസർട്ടനിറ്റി ഫീലിംഗ് ടോട്ടലായിട്ട് വരും. അതാണ് SWP എന്ന് പറയുന്നത്. SWPയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഓരോ ലക്ഷം രൂപ വെച്ച് നിങ്ങൾ വിഡ്രോ ചെയ്യുമ്പോഴും ഓരോ ലക്ഷം രൂപ വെച്ച് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാലും ആ കോർപ്പസ് അവിടെ തന്നെ നിൽക്കുകയാണ്. കാര്യമായിട്ട് അതിൽ കുറവുണ്ടാകുന്നില്ല. കാര്യം അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന റിട്ടേൺ ആണ് നിങ്ങൾ വിഡ്രോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എത്രയാണ് ഒരു 20 വർഷമോ 25 വർഷമോ നിങ്ങൾ റിട്ടയർമെൻറ്റ് ഏജ് കഴിഞ്ഞ് താമസിക്കുന്ന കാലത്തെല്ലാം വേറെ പെൻഷൻ ഇല്ലെങ്കിലും ഇതിൽ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നതിനകത്ത് എങ്ങനെ അത് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അത് പലരും ഇതിനെ ഒരു സെല്ലിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അത് പ്രൊജക്റ്റ് ചെയ്തത്. പക്ഷേ ആക്ച്വലി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഗതിയാണ്. എല്ലാ ആളുകളും റെസ്പെക്റ്റീവ് ഓഫ് ദെയർ ഇൻകം, വെറും 500 രൂപ ഒരു മാസം സേവ് ചെയ്യാൻ പറ്റത്തുള്ളതെങ്കിൽ കൊള്ളാം, 5 കോടിയോ 50,000 സേവ് ചെയ്യുക, എത്രയാണോ വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് സേവ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് SIP മോഡലിൽ എല്ലാവരും തന്നെ ഓപ്പറേറ്റ് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം യങ്സ്റ്റേഴ്സ് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ജെൻസീസ് അല്ലെങ്കിൽ ഒരു യങ്സ്റ്റേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ റിട്ടയർ അറ്റ് 40, റിട്ടയർ അറ്റ് 35, ഈ ഒരു ലൈക്ക് എല്ലാവരും ചോദിച്ചാൽ എനിക്ക് 40 വയസ്സ് റിട്ടയർ ചെയ്യണം, ലോകം കാണാൻ പോകണം, 35 വയസ്സ് റിട്ടയർ ചെയ്യണം, ഈ രീതിയിലാണ് പറയുന്നത്. അപ്പം ഇതിപ്പോൾ ആക്ച്വലി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 20 വയസ്സിലൊക്കെ ആയിരിക്കും ഈ ഞാനൊരു 18 വയസ്സ് 19 വയസ്സിലാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി കുറച്ചെങ്കിലും മനസ്സിലാക്കിയത്. ഞാൻ ആദ്യം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തത് ഐഡിയയിലുമാണ്. മൊത്തം പോയി ആ കാശ്. ഐഡിയ വോഡഫോൺ മെർജ് വന്നു. കൊള്ളാലോ, ഒരു നാഷണൽ കമ്പനി നേരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഒന്നും പഠിച്ചില്ല, ഇതിൽ കടമുണ്ടെന്നോ കമ്പനിയെ പറ്റി ഒന്നും പഠിക്കാതെ കാശും പോയി. അപ്പം അങ്ങനെയാണ് ആക്ച്വലി ഒരുപാട് പേര് ലൈക്ക്, പിന്നെ ആക്ച്വലി കോവിഡ് ടൈമിൽ ഒരുപാട് പേര് ഇതിനെപ്പറ്റി പഠിപ്പിക്കാനും ഇതിൻ്റെ ക്ലോസ് കാര്യങ്ങളും അങ്ങനത്തെ വന്ന് കോവിഡ് ടൈമിലാണ് പിന്നെയും ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. അപ്പം ഞാൻ പഠിച്ചപ്പോഴത്തേക്ക് അപ്പോൾ ഒരു 20-21 വയസ്സ് എനിക്കായി. ഞാൻ വച്ചേക്കുന്ന ഒരു ടൈം എന്ന് വെച്ചാൽ ഒരു 35 to 40 ഇയേഴ്സിനുള്ളിൽ റിട്ടയർ ചെയ്യണമെന്നാണ്. അപ്പം എനിക്ക് ആക്ച്വലി ഈ പറഞ്ഞ 25 വർഷം 20 വർഷം എന്ന് പറയുന്ന ഒരു നമ്പർ ലൈക്ക് അത്രയും ഞാൻ ഫോർസി ചെയ്യുന്നില്ല. അപ്പം ഈ പറയുന്ന ജെൻസീസ് ആണെങ്കിലും അങ്ങനെ, അതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിൻ്റെയൊക്കെ കണ്ടിട്ട് ലൈക്ക് ഹൈപ്ഡ് ആവുന്നത്, ടു മേക്ക് മോർ മണി ഇൻ വെരി ലെസ് ടൈം എന്നുള്ള രീതിയിലേക്ക് അവരും ടെംപ്റ്റഡ് ആവുന്നത്. പക്ഷേ ഈസ് ഇറ്റ് പോസിബിൾ ലൈക്ക് ഒരു 10-15 ഇയേഴ്സ്? അത് എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഇതാണ് ഇതിനകത്ത് ഒരു തെറ്റായിട്ട് പോകാവുന്നൊരു സംഭവം. ഇപ്പോൾ ഒരു ഹൈബ്ഡായിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു കാര്യമേ അല്ലിത്. കാരണം നമുക്ക് ഈ റിട്ടേൺ കിട്ടുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സസ്റ്റൈനബിലിറ്റിയാണ് നമ്മൾ മെയിനായിട്ട്, അതിൻ്റെ വയബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ ബിസിനസ്സിൽ ഇറങ്ങുന്ന ചില ആളുകൾക്ക് പെട്ടെന്ന് അവരുടെ കമ്പനി 10 കോടി രൂപ ടേൺ ഓവർ, 100 കോടി രൂപ ടേൺ ഓവർ
ഉള്ള കമ്പനി അതിന് 1000 കോടി രൂപ ടേൺ ഓവറായിട്ട് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും. പലർക്കും സ്കെയിലബിളായിട്ടുള്ള ബിസിനസ് മോഡലുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ സൊസൈറ്റിയിലൊന്ന് എടുത്തു നോക്കിയേ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സായിട്ട് പഠിച്ചാൽ എത്ര പേരാണ് അങ്ങനെ ഒരു ആൻട്രപ്രണർ രീതിയിൽ വന്ന് റിസ്ക് എടുത്ത് ടൈമും എഫേർട്ടും ഇട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു സക്സസ്ഫുൾ ആകാൻ പറ്റുന്നത്? വളരെ കുറച്ച് പേര്, വളരെ വളരെ ചെറിയ പെർസെൻറ്റേജ്, നോട്ട് ഈവൻ 1%. മനസ്സിലായില്ല? അതായത് നമ്മുടെ സൊസൈറ്റിയിലുള്ള ആളുകളിൽ വളരെ ചെറിയൊരു ശതമാനത്തിന് മാത്രമാണ് അങ്ങനത്തെ ഒരു സക്സസ്. അത് വരുന്നവർ ഉള്ളത് തന്നെ കുറേ പേര് ഫെയിലിയർ ആയിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചാൻസ് ഒഴിച്ചാൽ സാധാരണ രീതിയിൽ ഒരിടത്തും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 20% മുകളിൽ കൺസിസ്റ്റൻറ്റ് റിട്ടേൺ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ഈവൻ ബിസിനസ്സുകൾക്ക് പോലും 20% മാർജിനുള്ള ഒരു ബിസിനസ്സാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിപ്പം പെട്ടെന്ന് 2-3 വർഷം കൊണ്ട് ബിസിനസ്സൊക്കെ എക്സ്പാൻഡ് ചെയ്തു, 2-3 ഫാക്ടറി തുടങ്ങി, 2-3 ബിസിനസ്സൊക്കെ. എൻ്റെ ചുറ്റിലുള്ള ആളുകളെല്ലാം ഇത് നോക്കി നിൽക്കുകയല്ലേ. അപ്പോൾ ആരോമലും ഇത് നോക്കി, ആരോമലും കൊള്ളാമല്ലോ, അയാൾ തുടങ്ങി, അയാൾ പുതിയ കാർ മേടിച്ചു, എല്ലാം മേടിച്ചു, എല്ലാ സംഗതികളും. ഉടനെ തന്നെ 100 പേര് ആ ഇൻഡസ്ട്രിയിലേക്ക് വരും. അപ്പോൾ തന്നെ അതിൻ്റെ മാർജിൻ 20% 10%ലേക്ക് പോകും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതായത് ഇന്ന് ലോകത്ത് ഒരു 20%-ന് മുകളിൽ ബിസിനസ് കൺസിസ്റ്റൻ്റായിട്ട് ഒരു വർഷം ബിസിനസ് ജനറേറ്റ് ചെയ്യുന്നില്ല, കൺസിസ്റ്റൻ്റായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ബിസിനസ്സുകൾ വളരെ കുറവാണ്. കാരണം ആ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ സാധനം ഇന്നോവേറ്റബിളായിട്ട് ആ മേഖലയിലേക്ക് പെട്ടെന്ന് വരും, അല്ലെങ്കിൽ പുതിയ ടെക്നോളജി വരും. അപ്പോൾ പഴയ ടെക്നോളജി പോയിട്ട് ഈ മാർജിനൊക്കെ പെട്ടെന്ന് വേപ്പറൈസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഈ കൺസിസ്റ്റൻസി, ഹയർ ഗ്രോത്ത് ഒക്കെ ഷോർട്ടർ പീരീഡിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കിയാണ്. ഉണ്ടാകുന്ന ഒരു മെത്തേഡെന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നത്തെ ന്യൂ ജനറേഷനിലുള്ള ആളുകൾക്ക് ഇതിൻ്റെ കൺസെപ്റ്റ് മാറിയതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ തോട്ട് പ്രോസസ്സ് മാറി. കാരണം അവർ പണ്ടത്തെ ജനറേഷൻ, ഒരു 3 ജനറേഷൻ മുമ്പുള്ള ആളുകൾ അവരുടെ ബേസിക്കായിട്ടുള്ള ഫുഡ് ഒക്കെ ആയിരുന്നു അവരുടെ പ്രയോറിറ്റി. ഫുഡ് പലർക്കും തന്നെ വീടുകൾ പോലും ഇല്ല. അവർക്ക് ഫുഡിനുള്ള ഒരു എക്സ്ട്രാ എമൗണ്ട് അവരുടെ കയ്യിൽ അന്ന് ഇല്ലായിരുന്നു. ഇൻഡിപെൻഡൻസിന് ശേഷം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 1980s-ലും 90s-ലും ഒക്കെയാണ് ഒരു വന്ന ജനറേഷനാണ്. കുറച്ച് എഡ്യൂക്കേഷനൊക്കെ തന്നു, കുറച്ച് പേര് പുറത്തൊക്കെ പോയി, ആളുകൾക്ക് വരുമാനം വരാൻ തുടങ്ങി. അപ്പോഴാണ് ആളുകളുടെ തോട്ട് പ്രോസസ്സ് കുറച്ച് മാറി. പക്ഷേ അപ്പോഴും ആ ജനറേഷനുള്ള ആളുകളും തിങ്ക് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് വേണ്ടിയിട്ടും അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും അടുത്ത ജനറേഷന് വേണ്ടിയിട്ട് സേവ് ചെയ്യുക എന്നുള്ളതായിരുന്നു മെൻറ്റാലിറ്റി. ഫാമിലിയൊക്കെ ആ രീതിയിലുള്ള ഒരു കൾച്ചറിലാണ് നമ്മുടെ ഇന്ത്യയിലും ലോകത്തെ എല്ലായിടത്തും തന്നെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ മറ്റ് വെസ്റ്റേൺ കൺട്രീസൊക്കെ നേരത്തെ മാറിയെങ്കിലും ഇന്ത്യയിൽ അപ്പോഴും ആ ഫാമിലി കൾച്ചർ, അതായത് പേരൻസൊക്കെ വർക്ക് ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേരക്കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ആ ഒരു കൺസെപ്റ്റിലായിരുന്നു. ഇപ്പോഴീ സമീപകാലത്ത് ഒരു കഴിഞ്ഞ 10-15 വർഷം കൊണ്ടാണ് ആ കൺസെപ്റ്റിലൊക്കെ ഒത്തിരി ചേഞ്ച് വന്നു. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത 2 ജനറേഷന് വേണ്ടിയിട്ട് കാശുണ്ടാക്കുക, ഇതൊന്നും ആരുടെയും പ്രയോറിറ്റി അല്ല. ആളുകൾ തിങ്ക് ചെയ്യുന്ന കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ടാണ്. അവർക്കതിന് തിങ്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി. കാരണം കഴിഞ്ഞ ജനറേഷനിലുള്ളത് ചെയ്ത ഹാർഡ് വർക്കും അവർ ക്രിയേറ്റ് ചെയ്ത അസറ്റ്സും പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷനും കുറച്ച് മാറി. ഇതെല്ലാം കൂടെ വന്നപ്പം അവർക്ക് അങ്ങനെ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് തിങ്ക് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ അവർ പറഞ്ഞു ഞാനൊരു 40s റിട്ടയർ ചെയ്യുക, 50s റിട്ടയർ, നത്തിങ് റോങ് വിത്ത് ദാറ്റ്. ലൈക്ക് ഒരു ഫിനാൻഷ്യലി ഒരു എന്തിനാണ് ഈ 70-75 വയസ്സ് 80 വയസ്സ് വരെയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു കാര്യം. എന്താണേലും നമ്മുടെ ലൈഫിൻ്റെ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് ഒരു പീരീഡ്, ഒരു ലെവലുണ്ടല്ലോ, 70, 75, 80, 85 അങ്ങനെ അങ്ങ് ആ ലെവലിൽ കൊണ്ടങ്ങ് നിൽക്കും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ മരിക്കുന്നിടം വരെ വർക്ക് ചെയ്തിട്ട് അയാൾക്ക് ഇവിടെ ഒരു ടൂർ പോകാനോ അല്ലെങ്കിൽ ലൈഫ് എൻജോയ് ചെയ്യാനോ പറ്റിയില്ലെങ്കിൽ എന്താ കാര്യം എന്നുള്ളതാണ് യങ്സ്റ്റേഴ്സ് തിങ്ക് ചെയ്യുന്നത്. വളരെ കറക്റ്റായിട്ടുള്ള തിങ്കിങ്ങാണ്. പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ അതിന് വേണ്ടിയിട്ട് 10 വർഷം കൊണ്ട് തന്നെ പെട്ടെന്ന് കാശുകാരനായിട്ട് പിന്നെ അങ്ങോട്ട് അടിച്ചു പൊളിക്കാമെന്ന് ചിന്തിച്ചാൽ അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്, പ്രാക്ടിക്കലല്ല. അതുപോലെ തന്നെ ആദ്യമേ തന്നെ അടിച്ചു പൊളിച്ചേക്കാം ഇതുപോലെയുള്ളത് ചിന്തിച്ചാൽ അതും വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സേവിങ്സ് ഒന്നും കാണത്തില്ല. അവർ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടിലാവും. ഇതിനകത്ത് നമുക്കൊരു ബാലൻസാണ് വേണ്ടത്. അതായത് നമ്മൾ കൃത്യമായിട്ട് സേവ് ചെയ്യണം, കൃത്യമായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻസ് ഇമ്പ്രൂവ് ചെയ്യണം. ഫിനാൻഷ്യൽ പൊസിഷൻ ഒരു നല്ല ലെവലിലേക്ക് എത്തിയെന്ന് അറിഞ്ഞാൽ അതിന് പല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ഇൻകം കൺസിസ്റ്റൻസി ഉണ്ട്, നമ്മൾ ജോലി ചെയ്തില്ലെങ്കിലും നമുക്കൊരു വരുമാനത്തിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ റിട്ടയർ ചെയ്യാം. സോ നമ്പർ അത് 40-ൽ വേണോ, 45-ൽ വേണോ, 50-ൽ വേണോ, 60-ൽ വേണോ എന്നൊക്കെ ഉള്ളതൊക്കെ ഇൻഡിവിജ്വൽസിൻ്റെ കാര്യമാണ്. അതായത് കളക്റ്റീവായിട്ട് തിങ്ക് ചെയ്യേണ്ട ഒരു ജനറലായിട്ടൊരു നമ്പർ പറയേണ്ട കാര്യമില്ലെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഒരു കാര്യം 100% ഉറപ്പാണ്, ഇഷ്ടം പോലെ വീഡിയോസ് ഞാൻ കണ്ടു സോഷ്യൽ മീഡിയയിലൊക്കെ. അതായത് ഐ വോണ്ട് ടു റിട്ടയർ അറ്റ് 35, ഐ വോണ്ട് ടു റിട്ടയർ അറ്റ് 40 എന്ന് പറയുന്നത്. ഇറ്റ്സ് ടു ഏർലി പീപ്പിൾ ആർ ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. ഇപ്പം നമ്മുടെ കാര്യത്തിൽ നമുക്കറിയാവുന്നത് ഒരാളുടെ ലൈഫിലെ മോസ്റ്റ് പ്രൊഡക്റ്റീവ് ഇയേഴ്സ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 25 and 50 അല്ലെ 30 and 45 ഇതൊക്കെയാണ് മോസ്റ്റ് പ്രൊഡക്റ്റീവ് ഇയേഴ്സ്. ആ പ്രൊഡക്റ്റീവ് ഇയേഴ്സിലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? ലേണിംഗ് ഫേസ് ആണ്.
അതിൽ ആദ്യമേ ഇപ്പം ആരോപണം പറഞ്ഞു 20-25 ഏജിൽ ഇപ്പോൾ ഇത് പല ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയും അല്ലെങ്കിൽ ബിസിനസ്സുകളെ പറ്റിയും അല്ലെ പല ലൈഫിനെ പറ്റിയൊക്കെ പഠിച്ചു. പിന്നെ അവർ പ്രയോറിറ്റീസ് ഉണ്ടല്ലോ ലൈഫിൽ. ചിലർ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ കുട്ടികളുണ്ടായി, അവരുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ വീട് വെക്കണം, കാറ് വാങ്ങണം, അങ്ങനെ പല പല കാര്യങ്ങൾ. അപ്പോൾ ഇതിനെല്ലാം ഈ പ്രയോറിറ്റീസൊക്കെ ഒന്ന് തീർത്ത് കംഫർട്ടബിളായിട്ട് വരുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ 40-45 ഒക്കെ ആവും, അല്ലെ 50 ഒക്കെ ആവും. ആ ഒരു സ്റ്റേജ് വരെ വർക്ക് ചെയ്യാനും നമുക്ക് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് പ്രൊഡക്ടിവിറ്റി കൂടുതലായിട്ടുള്ള സ്റ്റേജാണ്. അതുകൊണ്ട് ഒത്തിരി ഏർലി റിട്ടയർമെൻറ്റിനെ പറ്റി തിങ്ക് ചെയ്യേണ്ട, അതിനെപ്പറ്റി ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു യുവർ കമ്പനിയിലേക്ക് ഒരു കോർപ്പറേറ്റ് ബ്രോക്കറേജും പിന്നെ ഒരു ഇൻഡിവിജ്വൽ ബ്രോക്കറേജും എന്താണ് ആക്ച്വലി സിമ്പിളായിട്ട് അതിൻ്റെ ഒരു ഡിഫറൻസ്? ഇൻഡിവിജ്വൽ ബ്രോക്കേഴ്സ് ഇല്ല ഇപ്പോൾ എല്ലാം നാഷണൽ ലെവലിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന കോർപ്പറേറ്റ് ബ്രോക്കേഴ്സ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കോർപ്പറേറ്റ് ബ്രോക്കറേജ് എന്ന് പറയുമ്പോൾ അതിലൊരു ഈ പറഞ്ഞ പോലെ ഒരു ടീം കാണും പല കമ്പനികളിലും. ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു അറൗണ്ട് ഒരു 400 മെമ്പർ ടീമാണുള്ളത്. അപ്പോൾ ആ ഒരു ടീമിലുള്ള പലതരത്തിലുള്ള സ്ട്രെങ്ത്തുകൾ, അഡ്വൈസറി കപ്പാസിറ്റിയുള്ള ആളുകൾ, റിസർച്ച് നടത്തുന്ന ആളുകൾ, പിന്നെ ഈ ടെക്നോളജി സാവി ആയിട്ടുള്ള ആളുകൾക്ക് ഹെവി ഡിപ്പെൻഡൻസ് ഉണ്ട് ടെക്നോളജിക്കകത്ത്. കാരണം 2-3 തരത്തിലുള്ള ബ്രോക്കേഴ്സ് ഉണ്ട്. ഓൺലൈൻ ബ്രോക്കേഴ്സ് ഉണ്ട്, ഓഫ്ലൈൻ ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പം ട്രഡീഷണലായിട്ട് ബ്രാഞ്ചുകളൊക്കെ ഇട്ട് റിലേഷൻഷിപ്പ് മാനേജേഴ്സ് കസ്റ്റമറെ സർവീസ് ചെയ്യുന്നതാണ് ഓഫ്ലൈൻ ട്രഡീഷണൽ ബ്രോക്കേഴ്സ്. ഓൺലൈൻ ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ പ്യോർലി ടെക്നോളജി ഉപയോഗിച്ച് ഇപ്പോൾ മൊബൈലൊക്കെ വന്നുകൊണ്ടും ഒക്കെ ഓരോ ആപ്പുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് അതിൽ കൂടെ ഈ ട്രാൻസാക്ഷൻസൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന മോഡലാണ്. കുറച്ചുകൂടെ ലീൻ സ്ട്രക്ചറാണ്. ന്യൂ ജനറേഷനുള്ള ആളുകൾ കുറച്ചും ഈ ഓൺലൈൻ ബ്രോക്കേഴ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പം ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ രണ്ടും ഓഫർ ചെയ്യുന്നുണ്ട്. അത് ഓൺലൈനായിട്ടുള്ള ടെക്നോളജി പ്ലാറ്റ്ഫോംസും ഉണ്ട്, പക്ഷേ ഓഫ്ലൈൻ സെൻറ്റേഴ്സും ഉണ്ട്, മിക്സ്ഡായിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കോർപ്പറേറ്റ് ബ്രോക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം സെറ്റപ്പുകളൊക്കെ ഉണ്ടാകും, കുറച്ച് ക്യാപിറ്റലൊക്കെ ഉണ്ടാകും, നല്ല ടീമുകളൊക്കെ ഉണ്ടാകും. അങ്ങനെയാണ് അതേ ഉള്ളൂ, അല്ലാതെ ഇൻഡിവിജ്വൽസിൻ്റെ ഒരു ഫീൽഡല്ല. പിന്നെ ഇതിൽ എന്താ പറയുക, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ മാനേജ് ചെയ്യുന്നവരുണ്ട്, ഡെപ്പോസിറ്ററീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഷെയർസൊക്കെ ഹോൾഡ് ചെയ്യുന്ന സ്ഥലങ്ങൾ, പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. അങ്ങനെ ഈ ഇക്കോസിസ്റ്റത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ഒത്തിരി എണ്ണമുണ്ട്. കേരളത്തിൽ തന്നെ 4-5 സ്ഥാപനങ്ങൾ, 4-5 നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്ന കോർപ്പറേറ്റ് ബ്രോക്കേഴ്സ് ഉണ്ട്. ഓൾ ഇന്ത്യ ലെവലിലും ഉണ്ട്. പിന്നെ ഇപ്പം ബാങ്കുകളെല്ലാം അവർക്ക് സബ്സിഡറി കമ്പനീസ് തുടങ്ങി ഈ രംഗത്തേക്ക് വന്ന് സെക്യൂരിറ്റീസ് അതെല്ലാം. അതുകൊണ്ട് വളരെ ഇപ്പോൾ ഇന്ത്യയിൽ കസ്റ്റമേഴ്സിൻ്റെ ആംഗിൾ തിങ്ക് ചെയ്താൽ അവർക്ക് വളരെ നല്ല സിറ്റുവേഷനാണ്. കാര്യം അവർക്ക് കോവിഡാണോ ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഉണ്ടാക്കാൻ കാരണം? ലൈക്ക് ഒരു ലാസ്റ്റ് ഒരു 3-4 ഇയേഴ്സ് നോക്കാനാണെങ്കിൽ, കാരണം ആ ടൈമിലാണല്ലോ വീട്ടിലിരുന്ന് ഫോൺ നോക്കിയിരുന്നത്. കോവിഡ് വന്നതുകൊണ്ട് 2 കാര്യങ്ങളുണ്ടായി. ഒന്ന്, ഡിജിറ്റൽ ഒരു റെവല്യൂഷൻ ഉണ്ടായി ഇന്ത്യയിൽ. അതിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ ഓൺലൈൻ ട്രേഡിങ്ങിലോ ഒന്നും മാത്രമൊന്നുമല്ല കേട്ടോ. നിങ്ങളിപ്പം പേയ്മെൻറ്റ്സ് നടത്തുന്നത്, നിങ്ങളെല്ലാവരും പേയ്മെൻറ്റ് നടത്തുന്നത് ഫോൺ പേയോ ഗൂഗിൾ പേയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടല്ലേ പേയ്മെൻറ്റ് നടത്തുന്നത്. പേയ്മെൻറ്റ് ഇക്കോസിസ്റ്റം മാറി, പിന്നെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് കൂടി, കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് കൂടി. അതായത് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് സൈറ്റുകളിൽ പോയി മേടിക്കാം. ക്വിക്ക് കൊമേഴ്സ് വന്നിപ്പം വളരെ പെട്ടെന്ന് ഡെലിവറി ചെയ്യുന്നത്, ഫുഡ് ഓൺലൈൻ ഡെലിവറി ചെയ്യാമായി. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓൺലൈനിലേക്ക് മാറി. ഗവൺമെൻറ് സർവീസുകൾ ഓൺലൈനിലായിട്ട് മാറി. ആ കൂട്ടത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ട്രേഡിംഗ് ആക്ടിവിറ്റിയും വന്നു. കോവിഡ് വന്നപ്പോൾ ഇതുപോലെ ആളുകൾക്ക് കുറച്ച് ഫ്രീ ടൈം ഉണ്ടായിരുന്നു, വേറെ ഒരു ആക്ടിവിറ്റി ചെയ്യാനില്ലായിരുന്നുകൊണ്ട് അവർ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റിയിലേക്ക് കുറേയേറെ പേര് ഇറങ്ങി. പക്ഷേ ഒത്തിരി ന്യൂ ജനറേഷൻ ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പലർക്കും അത് സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക്. ഞാൻ ഈ IT കമ്പനികളിലൊക്കെ ചില വർക്ക്ഷോപ്പുകളൊക്കെ നടത്താനായിട്ട് പോയി, നമ്മുടെ സ്പെഷ്യൽ എക്കണോമിക് സോണിലൊക്കെ. ആ കോവിഡ് സമയത്തൊക്കെ ചെന്നപ്പോഴത്തേക്കും പല ആളുകൾ കോവിഡ് കഴിഞ്ഞിട്ട് പലർക്കും ആളുകളെ തിരികെ അവിടെ കൊണ്ടുവരണം. അതായത് അവരുടെ ഓഫീസുകളിലേക്ക് തിരികെ വർക്ക് ഫ്രം ഹോം മാറി വീട്ടിലേക്ക് വരുന്ന ഒരു കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിൻ്റെ പാർട്ടായിട്ട് അവർ പല ആക്ടിവിറ്റീസ് ചെയ്തു. അതിലൊരു ആക്ടിവിറ്റി ആയിരുന്നു വർക്ക്ഷോപ്പുകൾ നടത്തുക എന്നുള്ളത്. അങ്ങനെ എന്നെ ചില കമ്പനികൾ വിളിച്ചു, ഞാൻ അവിടെ പോയി വർക്ക്ഷോപ്പ് നടത്താൻ. ഞാൻ അവിടെ ചെന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് ഇരിക്കുന്ന പല ആളുകൾക്കും ഈ വർക്ക്ഷോപ്പിനെ പഠിക്കാനും അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ അതുപോലെ അവർ തിരിച്ചും മറിച്ചും വീഡിയോസും ഒക്കെ കണ്ട് അവർ കമ്മിറ്റഡായിട്ട് ഇരിക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് പല ആളുകൾക്ക് സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇത് അത്ര എളുപ്പത്തിൽ ഇതെല്ലാം പഠിച്ചു വെച്ചേക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് മെയിൻ പ്രശ്നം. മനസ്സിലായില്ലേ? ഒരു പോർട്ട്ഫോളിയോ എങ്ങനെ പിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക്, ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത്? പോർട്ട്ഫോളിയോ എന്താണ് കാരണം? ഇൻഡിവിജ്വൽ സ്റ്റോക്ക് വെറൈറ്റി മാത്രമല്ല, ഇതൊരു റിസ്ക് മാനേജ്മെൻറ്റ് മെക്കാനിസമാണ്. നമ്മുടെ റിസ്ക് അത്രമാത്രം ഡൈവേഴ്സിഫൈ ചെയ്ത് കിടക്കുകയാണ്. ഒരു 3-5-8 സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ. വേറെ കൺസെപ്റ്റ് ആണെന്ന് പറയും, വളരെ ചെറിയ വാല്യൂ ഉള്ളൊരു ഷെയർ മേടിച്ചാൽ നമുക്കൊരു റിസ്ക് ഇല്ല. ചില ഷെയറിന് 500 രൂപ 1000 രൂപയൊക്കെയാണ് വില, അപ്പോൾ ഭയങ്കര റിസ്ക് അല്ലേ? വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ചെറിയ ഷെയർ ആണെങ്കിലും വലിയ ഷെയർ, ചെറിയ ഷെയർ ആകുമ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും,
നമ്മളൊരു എക്സ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, 10 ലക്ഷം രൂപ 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അതിൽ ഇപ്പോഴും നമ്മൾ ക്വാളിറ്റിയുള്ള നല്ല കമ്പനികൾ പ്രൈസ് ഇച്ചിരി ഹൈ ആണെങ്കിലും അതിലേക്കായിരിക്കണം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രിഫറൻസ് പോകേണ്ടത്, ചെറിയ ഷെയറുകളിലേക്കായിരിക്കും. മനസ്സിലായില്ലേ? പിന്നെ ഈ ചെറിയ ഷെയറുകൾ ചിലത് ടേൺ അറൗണ്ട് ചെയ്ത് വരും വളരെ ഫാസ്റ്റായിട്ട്, പക്ഷേ അത് വളരെ കുറച്ച് നമ്പറേ ഉള്ളൂ. അപ്പോൾ അതുപോലെ എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ ആ ടേൺ അറൗണ്ട് ചെയ്ത് വരുന്നതിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായി? അപ്പോൾ ഇങ്ങനത്തെ തെറ്റായിട്ടുള്ള ഒത്തിരി ധാരണകൾ ആളുകളുടെ മനസ്സിലുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് സ്റ്റഡി ആൻഡ് സിസ്റ്റമാറ്റിക് ഒക്കെ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് ഏറ്റവും നല്ല മേഖലയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ്. പിന്നെ ആളുകളിപ്പോൾ പറയുന്ന ഒരു കാര്യം, ഈ ഇടയ്ക്കൊക്കെ ഈ മാർക്കറ്റ് ഒത്തിരി കയറി, മനസ്സിലായില്ലേ? അപ്പോൾ ഇനിയിപ്പം ഇത് താഴേക്ക് പോകത്തില്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മാർക്കറ്റുകൾ ഇനിയും അടുത്തിപ്പോൾ ഒരു 10, 15, 20 വർഷം എടുത്താൽ ഇന്ത്യൻ മാർക്കറ്റുകൾ ഇവിടെ നിന്ന് ഇനി 2, 3 ഇരട്ടിയായിട്ട് കയറും. ഇപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഇന്നത്തെ ഒരു ഗ്ലോബൽ ഓർഡറിൽ ഒരു 7%, 8% ഗ്രോത്ത് റേറ്റുള്ള ഒരു രാജ്യം ഇന്ത്യ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ കമ്പനികൾ, ഇപ്പം നിങ്ങളിപ്പോൾ അമേരിക്കയിൽ പോയി ഒന്ന് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ടോപ്പ് കമ്പനികൾ, ആൽഫബറ്റ് അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ പേരൻറ്റ് കമ്പനിയുടെ പേര് ആമസോൺ, ആൽഫബറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ്, ഇതൊക്കെ ആരാണ് അതൊക്കെ മാനേജ് ചെയ്യുന്നത്? ഇന്ത്യൻസ്. എല്ലാം ഇന്ത്യക്കാരാണ്. ടോപ്പ് കമ്പനികൾ, ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനികളിലെല്ലാം ഇന്ത്യക്കാരാണ്. ഡോക്ടേഴ്സ്, 80% ഓഫ് ദ ഡോക്ടേഴ്സ് ആർ ഇന്ത്യൻസ് ഇൻ US എന്നാണ്. അപ്പോൾ ടോപ്പ് പ്രൊഫഷണൽസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമുക്കതിനുള്ള നോളജും ഉണ്ട്, നമുക്കതിനുള്ള സ്കില്ലും ഉണ്ട്. അതിപ്പോൾ ഇന്ത്യയിലോട്ട് ഇവിടെ തന്നെ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഒതുങ്ങുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ 7-8% ഗ്രോത്ത് ഉള്ള രാജ്യങ്ങൾ കുറവാണ്. അവിടെ തന്നെ 20-25% ഗ്രോത്ത് ഉള്ള കമ്പനികൾ ലോകത്ത് കുറവാണ്. അതെല്ലാം ഇവിടെ ഒരു വെറൈറ്റി, ശരിക്കും ഒരു താലി കിട്ടുന്ന പോലെയുള്ളൊരു വെറൈറ്റി ഉണ്ട് ഇവിടെ. അത്രമാത്രം കപ്പാസിറ്റി, കേപ്പബിലിറ്റി ഉള്ള ആളുകളുമുണ്ട്, കമ്പനീസും ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ എക്കണോമി അടുത്ത ഒരു 2-3 വർഷം കൊണ്ട് 3rd ലാർജസ്റ്റ് ആകുമെന്നുള്ളൊരു പ്രൊഡിക്ഷൻ എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആവുമോ? ആവേണ്ടല്ലേ? 100% ആവും. കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്ത് ഗ്രോത്ത് ഉള്ളത് ഇവിടെ ഉള്ളൂ. ഗ്രോത്ത് ഉണ്ടായാലേ അതുണ്ടാകത്തുള്ളൂ. ഈ പറഞ്ഞ കോമ്പൗണ്ടിങ് കൂടെ അവിടെയും വരില്ല എക്കണോമിയുടെ കാര്യത്തിൽ. അപ്പോൾ ഇന്ത്യൻ എക്കണോമി ഒരു 20-25 ഇയേഴ്സും കൊണ്ട് ഒരു $20 ട്രില്യൺ എക്കണോമി ആയിട്ടൊക്കെ ഈസി ആയിട്ട് മാറാം. ഇന്നത്തെ പണ്ടൊക്കെ 1 ട്രില്യൺ GDP ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10, 12, 14 വർഷം വേണമായിരുന്നു. ഇന്നൊരു 1.5 വർഷം കൊണ്ട് 1 ട്രില്യൺ ആടാകും. അത് ഇനിയും കുറച്ച് കഴിയുമ്പോൾ ഒരു വർഷത്തിൽ 1 ട്രില്യൺ വെച്ച് ആടാകും. ഇതൊക്കെ ചൈനയിലും ഇതിനു മുമ്പ് ജപ്പാനിലും US ഒക്കെ സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ആ എക്കണോമിയുടെ ഒരു പർട്ടിക്കുലർ ഫേസിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ യങ് പോപ്പുലേഷനാണ്. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമ്മുടെ ഈ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 28 ആണ്. ലോകത്ത് പല രാജ്യങ്ങളും അത് 45, 50 അങ്ങനെയൊക്കെയാണ്. അതൊക്കെ ഓൾഡർ പോപ്പുലേഷനുള്ള സിറ്റുവേഷനും വരുമ്പം ഈ പറഞ്ഞ പോലെ പ്രൊഡക്ടിവിറ്റി കുറയും. അപ്പം നമുക്ക് എല്ലാ രീതിയിലും അനുകൂലമായിട്ടുള്ള സിറ്റുവേഷൻ. അപ്പോൾ 20-25 ഇയേഴ്സ് എന്ന് പറഞ്ഞൊരു ഗോൾഡൻ പീരീഡാണ് ഇന്ത്യയിൽ. അപ്പോൾ നിങ്ങൾ ആ ഒരു പീരീഡ് മുന്നിൽ കണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ, നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ, ഈ ജനറേഷനിൽ തന്നെ ആരോമലിനെ പോലെ ഉള്ളവർക്ക് തന്നെ ചിലപ്പോൾ 45 തന്നെ റിട്ടയർ ചെയ്ത് വളരെ സന്തോഷത്തോടെ നടക്കാൻ പറ്റും. കാരണം തീർച്ചയായിട്ടും അതിനുള്ള അവസരമുണ്ട്. ദൈവം അനുഗ്രഹിച്ചിട്ട് അതിനുള്ള അവസരമുണ്ട്. ആളുകളത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യുക. സാറേ, വേറെ ചോദിക്കണം, ഈ ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ അടുത്ത് ചോദിക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതിനകത്ത് വരുന്നതാണ്, ആൾക്കാർ ആക്ച്വലി ഇലിറ്ററേറ്റ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഓവർ എക്സ്പോസ്ഡ് ആണ് കേൾക്കുന്നതിൽ. കാരണം ഒരു കാര്യത്തിൽ തന്നെ 10 കാര്യം കേൾക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ DBFS എടുക്കുകയാണെങ്കിൽ, സാറിൻ്റെ 7 എടുക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 150+ ബ്രാഞ്ചസ് കൂടെ 150+ ഇതുണ്ടെന്ന് ഞാൻ വായിച്ചു. അപ്പം നിങ്ങൾ ആക്ച്വലി അവിടെ വരുന്ന നിങ്ങളുടെ ഒരു കസ്റ്റമറിനെ എത്രത്തോളം ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആകാൻ ശ്രമിക്കുന്നുണ്ട്? ഇല്ല, തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ ഒരു ബിസിനസ്സിൻ്റെ പാർട്ടാണല്ലോ. നമുക്കിപ്പോൾ ഈ കാശ് വെച്ച് വയ്ക്കാൻ പറ്റത്തില്ല. ഞങ്ങളങ്ങനെ ഞങ്ങൾ അതിനകത്ത് ബോധപൂർവ്വം ഒരു ശ്രമം നടത്താറുണ്ട്, കുറച്ചൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വരുന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥയും കൂടെ അനുസരിച്ചിരിക്കും. അയാളിപ്പം ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മാത്രമല്ലല്ലോ ഈ ഫീൽഡിലുള്ളത്. ഇപ്പോൾ ഇന്ന് പണ്ടത്തെ പോലെയല്ല, ന്യൂസുകൾ കിട്ടാനും അല്ലെങ്കിൽ ഇൻഫർമേഷൻസും നോളജും കിട്ടാനായിട്ട് മൾട്ടിപ്പിൾ സോഴ്സസ് ഉണ്ട്. ഓവർ എക്സ്പോസ്ഡ് ആണ്. ഓവറായിട്ട് അത് പല സോഴ്സസിലും മിസ്ലീഡിങ് ആണ് ഇൻഫർമേഷൻ. അവിടെയാണ് ഈ പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ കാര്യം, ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സിനെ സെബി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതെ അതെ. ഇപ്പം ഞാനിവിടെ വന്നിട്ട് ഇൻഫ്ലുവൻസേഴ്സിന് വരെ സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരേണ്ട അവസ്ഥ എത്തി. ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ കമ്പനിക്കും എനിക്ക് പേഴ്സണലി ഇത് ഒതൻറ്റിക്കായിട്ട് പറയാനുള്ള ലൈസൻസുകൾ ഞങ്ങൾക്കുണ്ട്. അഡ്വൈസറിക്ക് ലൈസൻസ് ഉണ്ട്, റിസർച്ച് അനലിസ്റ്റിൻ്റെ ലൈസൻസ് ഉണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ അത് ഒക്കെ ഡിസ്പ്ലേ ചെയ്തോളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിസ്ക്ലൈമറൂടെ ഞാൻ പറയുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. അപ്പം നമ്മുടെ ഓഫീസുകളിൽ വരുന്ന ആളുകളെ ഞങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തപ്പോഴും അവർ പലപ്പോഴും നമ്മൾ പറയുന്നത് പൂർണ്ണമായിട്ട് കേൾക്കണമെന്നില്ല.
മനസ്സിലായോ? മനസ്സിലായി. നമ്മൾ പറയും, നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നന്നായിരിക്കും. പക്ഷേ അവർ ഓൾറെഡി തന്നെ ചില ആളുകൾ ഒരു ഡെസിഷൻസ് എടുത്ത്, അല്ലെങ്കിൽ ഒരു നോളജ് അവർക്ക് ഓൾറെഡി ഉണ്ട് ഇതിനെപ്പറ്റി. അപ്പം നമ്മൾ അവരോട് അവർ നമ്മളോട് ആർഗ്യൂ ചെയ്യാൻ തുടങ്ങും. അങ്ങനെയല്ലല്ലോ, ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കും, സാറേ അതെന്താണ് അങ്ങനെ? ഞാൻ ഒരു വീഡിയോ കണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ ഒരാൾ പറയുന്നത് കേട്ടല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ അതിനെ ഒരു ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിന് ഒരു ബിയോണ്ട് എ പോയിൻ്റ് ഒരു ആർഗ്യുമെൻറ്റിൽ കൂടെ ജയിക്കാൻ പറ്റത്തില്ല. ഇത് ഒരു സ്റ്റോക്ക് കയറുമോ ഇല്ലയോ, എങ്ങനെ ആർഗ്യൂ ചെയ്യാൻ, കയറി ഇറങ്ങി നമ്മൾ നമ്മുടെ വ്യൂ അല്ല പറയാനൊക്കത്തുള്ളൂ. പക്ഷെ നമ്മളെപ്പോഴും ആളുകളെ ഓവർ എക്സ്പോസ്ഡും ഓവറായിട്ട് എന്താ പറയുക, ഒരു റിസ്ക് എടുക്കാവുന്ന രീതിയിലേക്ക് ആളുകളെ കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ ഒരിക്കലും അത്തരത്തിൽ ശ്രമിക്കാറില്ല. DBOസിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാകത്തില്ല. ബ്രാഞ്ചസിലൊക്കെ നമ്മൾ റിലേഷൻ മാനേജേഴ്സിനൊക്കെ ട്രെയിനിങ് കൊടുക്കും. ക്ലയൻസ് വരുമ്പോൾ അവരുടെ റിസ്ക്കൊക്കെ പറഞ്ഞു കൊടുക്കണം, നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതികൾ പറഞ്ഞു കൊടുക്കണം. ഞങ്ങൾ പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ ഈ ഒരു സെബിയുടെ സ്റ്റഡി ഉണ്ടായിരുന്നു, F&Oയിലൊക്കെ ട്രേഡ് ചെയ്യുന്ന 90% ആളുകൾക്ക് ലോസ് ആണെന്നൊക്കെ പറയും. അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള കുറേ സ്റ്റഡീസ് ഉണ്ടായിരുന്നു. ഈ ന്യൂ ജനറേഷൻ വന്ന പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് വഴി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒത്തിരി ക്ലയൻസിന്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള മെയിനായിട്ട് IT മേഖലയിൽ അത് വന്ന് ഒക്കെ ഒത്തിരി പേർക്ക് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു പാറ്റേൺ അറിയത്തില്ലാതെ ലോസ് ഉണ്ടായി. മാർക്കറ്റ് കയറിയെങ്കിലും അവർക്ക് ലോസ് ഉണ്ടായി. പക്ഷേ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ നമുക്ക് കുറച്ച് ലോസ് ഉള്ള ആളുകളില്ലെന്ന് പറയാനൊക്കത്തില്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. നല്ല രീതിയിൽ ഈ മാർക്കറ്റിൽ നിന്ന് നേട്ടമുണ്ടാക്കിയ നിരവധി ആളുകളെ എനിക്കറിയാം. പക്ഷേ അവർക്കൊക്കെ ഈ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അവരുടെ എക്സ്പെക്റ്റേഷൻസ് ഒരു 15-20% റിട്ടേണിൻ്റെ എക്സ്പെക്റ്റേഷനേ ഉള്ളൂ. ഇതിപ്പോൾ ചില ആളുകളിപ്പം ഇടയ്ക്കൊക്കെ എനിക്ക് കോളുകൾ കിട്ടും. ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ ചില ആൾ, സാറേ എൻ്റെ കുറേ കാശുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറയും, അത് നമുക്ക് നല്ല ഷെയറുകൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, ഞങ്ങൾ അതിനെ വേണമെങ്കിൽ എൻ്റെ ലിസ്റ്റ് തരാം. അല്ല സാറേ, നമുക്കൊരു 50% റിട്ടേൺ കിട്ടുമോ? ഞാൻ ചോദിക്കും, അതെന്താ അങ്ങനെ നിങ്ങൾ അല്ല, ചില ആളുകളുടെ ചില ഷെയറൊക്കെ മേടിച്ച്, അതായത് ഇതിനകത്തുനിന്ന് നമ്മൾ വളരെ പിക്ക് ആൻഡ് ചൂസ് ചെയ്തിട്ടാണ് ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത്. അയാൾ 10 ഷെയർ മേടിച്ചു, ചില ഷെയർ അതേ വിലയ്ക്ക് തന്നെ നിൽക്കുന്നു, ചിലത് 5% കയറി, ചിലത് 10%, ഏതെങ്കിലും ഒരെണ്ണം 50% കയറി, അത് തന്നെ എടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഇന്നയാൾ ഇന്ന ഷെയർ മേടിച്ചു, അത് 50% കയറി. ഇതിനെ ജനറലൈസ് ഈ ന്യൂസ് തലയിൽ കയറിയിട്ടാണ് ഇയാൾ വന്ന് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും, അത് നടക്കത്തില്ല കേട്ടോ, അങ്ങനെയൊന്നും കിട്ടാൻ പോകുന്നില്ല, നിങ്ങൾക്കൊരു മാക്സിമം 15-20% കിട്ടത്തുള്ളൂ. അപ്പോഴേ അയാൾ ഡിസാറ്റിസ്ഫൈഡായി. പിന്നെ അയാൾ സെർച്ച് ചെയ്യുകയാണ് ഈ രീതിയിൽ 50% റിട്ടേൺ കിട്ടാനുള്ള എന്തെങ്കിലും വഴികളുണ്ടോ. അപ്പോഴാണ് നമ്മൾ പലതരത്തിലുള്ള തട്ടിപ്പുകളുമായിട്ട് ആളുകൾ രംഗത്ത് വരുന്നത്. സ്റ്റോക്ക് ട്രേഡിങ് മാത്രമല്ല, ഈ ഫിനാൻഷ്യൽ ഫീൽഡിൽ തന്നെ ഈ ഡിജിറ്റൽ രീതിയിൽ വൻതോതിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. പലരെയും ഫേക്കായിട്ടുള്ള സൈറ്റുകൾ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഗ്രീഡാണ്. ആ ഗ്രീഡിനെയാണ് ആക്ച്വലി ഇത് കംപ്ലീറ്റ് മുതലെടുക്കുന്നത്. അപ്പോൾ വളരെ സാധാരണക്കാരായ ഒത്തിരി ആളുകൾക്ക് ഇപ്പോൾ കാശ് പോയിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ ഉണ്ട്. വളരെയേറെ അത് കൂടി വരുന്നുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ പറഞ്ഞു, ഇതിൻ്റെയൊക്കെ അണ്ടർലൈങ് ആയിട്ടുള്ള കാര്യം ഇപ്പം ആരോപണം പറഞ്ഞാണ്. നമുക്ക് ഒരിക്കലും ഒരു ഗ്രീഡി ആയിട്ടുള്ളവർക്കുള്ളൊരു മേഖലയല്ല ഇത്. സാർ, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനീനെ അണ്ടർലൈങ് അസറ്റിൽ ഹോൾഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ മേലുള്ള ഓപ്ഷൻസ് ആൻഡ് ട്രേഡിംഗ് ആണെങ്കിലും ആ സ്റ്റോക്കിന് അണ്ടർലൈങ് അസറ്റ് ആ സ്റ്റോക്കാണ്. ഇതിലൊന്നും ഇല്ലാതെ സ്പെക്കുലേഷൻ വെച്ച് മാത്രം പോകുന്നൊരു സാധനമുണ്ട്, ക്രിപ്റ്റോ കറൻസി. എന്താണ് സാറിന് ക്രിപ്റ്റോനെ പറ്റിയുള്ളൊരു ഫ്യൂച്ചറായിട്ട് തോന്നുന്നത്? അല്ല, ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ഇവോൾവിങ് അസറ്റ് ക്ലാസ് ആണത്. ഇപ്പോൾ ട്രംപ് അമേരിക്ക ഇലക്ഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷം ബിറ്റ്കോയിൻ ഹയസ്റ്റ് ലെവലിൽ വന്നു. $1.7 ട്രില്യൺ അസറ്റിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് ആളുകൾ ഈ ക്രിപ്റ്റോ കറൻസി പോലുള്ള ഒരു അസറ്റിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു? ബേസിക്കലി അതിന് ഫണ്ടമെൻ്റൽസ് ഒന്നും അറിയത്തില്ല. ആകെപ്പാടെ അറിയാവുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഇത് ലിമിറ്റഡ് സപ്ലൈ ഉള്ളൊരു സംഗതിയാണ്, സപ്ലൈ അൺലിമിറ്റഡ് ആയിട്ടില്ല. 2, ഇതൊരു ടെക്നോളജി ഉപയോഗിച്ചാണ് ഇത് മാനേജ് ചെയ്യുന്നത്. പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഗവൺമെൻറ്റിൻ്റെ കീഴിലല്ല, ഇത് ഡീസെൻട്രലൈസ്ഡ് ആണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടായിരിക്കും ആളുകൾ ഇങ്ങനെ ഒരു അസറ്റിലേക്ക് താല്പര്യം വെച്ച്? തീർച്ചയായിട്ടും 2 കാരണങ്ങൾ കൊണ്ടാണ്. ലോകത്തുള്ള ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളെല്ലാവരും ഗ്രീഡിയാന്ന് പറഞ്ഞു. ഇതേപോലെ ലോകത്തുള്ള എല്ലാ ഗവൺമെൻറ്റുകളും ഗ്രീഡിയാണ്. അവർക്ക് ഗ്രീഡ് അവർക്ക് ഇപ്പോൾ നമ്മൾ തന്നെ ശ്രദ്ധിച്ച് നോക്കി, ഏത് ഗവൺമെൻറ്, ഏത് രാഷ്ട്രീയ പാർട്ടി വന്നോട്ടെ, അവർ എങ്ങനെയും പുതിയ രീതിയിൽ ടാക്സ് ഇട്ട് ജനത്തിനെ പിടിക്കാവുന്നു. അത് എന്തെങ്കിലും പേര് പറയും, GST, CST, NST, SS എന്നൊക്കെ പറഞ്ഞ് അൾട്ടിമേറ്റ്ലി ആളുകളുടെ ഇന്ന് എങ്ങനെ കാശ് മേടിച്ചെടുക്കാമെന്നുള്ളതാണ് ഗവൺമെൻറ്റുകളുടെ പരിപാടി. നമ്പർ 1. നമ്പർ 2, ലോകത്തുള്ള രാജ്യങ്ങൾ മിക്കതും ഡെമോക്രാറ്റിക് കൺട്രിയൊക്കെ ആണെങ്കിലും അവിടെയൊക്കെ ഒരു പൊളിറ്റീഷ്യൻസാണ് രാജ്യം റൺ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായ ചില വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളും അവർക്ക് ചില പൊളിറ്റിക്കൽ ഗെയിമുകളും ഉണ്ട് ഇതിനകത്ത്. പലപ്പോഴും സാധാരണ ആളുകളുടെ ഒരു താല്പര്യത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഈ 2 റീസൺ കൊണ്ട്, ഒന്ന് ഹയർ ടാക്സസ് പോകുന്നുണ്ട്, അപ്പോൾ ഗവൺമെൻറ്റുകളിലെ പൊതുവേ ജനത്തിന് വിശ്വാസമില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മളിപ്പം പൊളിറ്റിക്കൽ ഇതിൽ പറയും, ആരോപണം ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, ആൻറ്റി ഇൻകംബൻസി എന്നൊക്കെ പറയും. ഏത് നല്ല ഗവൺമെൻറ് വന്നാലും ഒരു 5 വർഷം കഴിഞ്ഞ് അടുത്ത ഇലക്ഷൻ വരുമ്പോൾ, ഇപ്പോൾ അമേരിക്ക തന്നെ
കഴിഞ്ഞ ഗവൺമെൻറ്റിനെ മാറ്റി പുതിയ ഗവൺമെൻറ് വന്നു. ഇപ്പോൾ അടുത്ത റൗണ്ട് വരുമ്പോൾ വേറൊരു ആൾ. എന്തുകൊണ്ടാണിത് വരുന്നതെന്ന് വെച്ചാൽ ആളുകൾ പെട്ടെന്ന് ഫെഡപ്പ് ആവും. ഈ രണ്ട് റീസൺ കൊണ്ട് ആളുകൾക്ക് ഒരു കറൻസിയിൽ ഒരു രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ല സത്യത്തിൽ. അതായത് ആളുകളിൽ കാശ് വന്നു കഴിയുമ്പം എങ്ങനെയും അത് ടാക്സ് ആയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയും മേടിച്ചെടുക്കാനുള്ള പരിപാടി ഗവൺമെൻറ് ചെയ്യുമെന്ന് അവർക്കറിയാം. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ അതിന് വൻതോതിലുള്ള ശ്രമങ്ങൾ ഇന്ത്യ നടക്കുന്നുണ്ട്. തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല, ടാക്സ് ഇല്ലാതെ രാജ്യത്തെ റൺ ചെയ്യാനൊക്കത്തില്ല. പക്ഷേ ഇത് വലിയ തോതിൽ ആളുകളുടെ റിസോഴ്സസ് ടാക്സ് ആയിട്ട് വരും. രണ്ട്, അവർക്കൊരു സീക്രസി ഇല്ല. ഈ കറൻസി എല്ലാം ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണ്. ഇപ്പോൾ ഇന്ത്യയിൽ റിസർവ് ബാങ്കാണ് തീരുമാനിക്കുന്നത് എത്ര കറൻസി അടിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി. അപ്പോൾ ഇത്തരത്തിലുള്ള പല സിസ്റ്റത്തിൻ്റെ ലൂപ്പ് ഹോൾസ് എല്ലാം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു ഓൾട്ടർനേറ്റ് അസറ്റ് ക്ലാസ്, ക്രിപ്റ്റോ കറൻസി പോലുള്ളൊരു അസറ്റിലേക്ക് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായത്. ഇപ്പോൾ കോവിഡിൻ്റെ കാലത്ത് ലക്ഷക്കണക്കിന് ഡോളേഴ്സും കറൻസീസുമാണ് കോടിക്കണക്കിന് രൂപയുടെ അല്ല ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ് പ്രിൻ്റ് ചെയ്ത് മാർക്കറ്റിൽ ഫ്ലഡ് ചെയ്യായിരുന്നു ലോകത്തെല്ലായിടത്തും. ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന ഇൻഫ്ലേഷൻ്റെയൊക്കെ ഫണ്ടമെൻ്റൽ റീസൺ അതാണ്. അപ്പോൾ ഈ തരത്തിലുള്ള വൻതോതിലുള്ള ഒരു ഇൻഫ്ലേഷനൊന്നും ഉണ്ടാകാത്ത ഒരു സിറ്റുവേഷൻ ഉള്ളത് ഇതുപോലെ ലിമിറ്റഡ് സപ്ലൈ ഉള്ള ക്രിപ്റ്റോ കറൻസിയിലാണ്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ക്രിപ്റ്റോ കറൻസിയെ പറ്റി എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്, ഇത് നമുക്കറിയില്ല ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്നുള്ളത്. കുറച്ച് നല്ല ക്രിപ്റ്റോ കറൻസികൾ ഇപ്പോൾ ബിറ്റ്കോയിൻ പോലെയുള്ളതോ അല്ലെങ്കിൽ 3-4 നല്ല ക്രിപ്റ്റോ കറൻസികൾ ചിലപ്പം സർവൈവ് ചെയ്യും. പക്ഷേ ആ മേഖലകളിൽ ഇതിനപ്പുറത്തേക്കുള്ള വല്ല തട്ടിപ്പുകളും ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാനൊക്കത്തില്ല. ഇതിനു മുമ്പ് 2-3 തവണ അങ്ങനെ എക്സ്പോസ് ആയിട്ടുണ്ട്. ബിഗസ്റ്റ് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൻ്റെയൊക്കെ ഒരാളൊക്കെ ഇപ്പം ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ വൻതോതിൽ കസ്റ്റമേഴ്സ് മണി റെഗുലേറ്റഡ് അല്ലാത്തതുകൊണ്ട് നഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൊരു മേഖലയാണ്. അതുകൊണ്ട് പിന്നെ ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസി നിയമപരമായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനും പറ്റത്തില്ല. മനസ്സിലായില്ല? ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ കുറച്ച് കോഷ്യസ് ആയിരിക്കണം. പക്ഷേ ലോകത്ത് ഇറ്റ് ഈസ് ആക്ച്വലി എക്സ്പോസിങ് ദി ഇൻഎഫിഷ്യൻസി ഓഫ് ഗവൺമെൻറ്റ്സ്. ലൈക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ്റുകളിലുള്ള വിശ്വാസക്കുറവും അവരുടെ ഇൻഎഫിഷ്യൻസിയും എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് ക്രിപ്റ്റോ കറൻസി ഗ്രോ ചെയ്യുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോൾ ക്രിപ്റ്റോ കറൻസിയെ ലീഗലൈസ് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു ഓപ്ഷൻ. ഡിജിറ്റൽ കുറേ രാജ്യങ്ങൾ ക്രിപ്റ്റോ കറൻസിയിൽ സാലറി പേയ്മെൻറ്റ്സ് കൊടുക്കുന്നവരുണ്ട്. ATM കൗണ്ടേഴ്സ് വഴി നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാവുന്നവർ അങ്ങനെയൊക്കെ ഉണ്ട്. കറൻസിയായിട്ട് ഫഞ്ചിബിലിറ്റി എന്ന് പറയും, ഒരു കറൻസിയായിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാവുന്നതുണ്ട്. അങ്ങനെയൊക്കെ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്രിപ്റ്റോ കറൻസിക്ക് ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഫുൾ പോളിസീസ് എല്ലാം ചേഞ്ച് ചെയ്യേണ്ടി വരും. ഫുള്ളായിട്ട് ഗവൺമെൻറ്റുകളൊന്നും ചേഞ്ച് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു മണി പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണല്ലോ പവറും. അതെ, ലോട്ട് ഓഫ് പീപ്പിൾ ലൈക്ക് പവർ. ലൈക്ക് ഇപ്പോൾ ഇതിനകത്തേക്ക് വരുന്ന ആളുകളുടെ ഉദ്ദേശം കാശ് ഉണ്ടാക്കുക എന്നുള്ളതല്ല. ചിലരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പവർ ഭരിക്കുക എന്നുള്ളതാണ്. സോ ദേ നീഡ് ദാറ്റ് പവർ ടു ഡു ദ സർട്ടൻ തിങ്സ്. അപ്പോൾ അതുകൊണ്ട് പൊളിറ്റിക്കൽ സിസ്റ്റം ഒന്നും പൂർണ്ണമായിട്ട് മാറാൻ പോകുന്നില്ല. പക്ഷേ അതിൽ കുറച്ച് ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ സാധിച്ചാൽ നല്ലതാണ്. അതായത് കറൻസിയുടെ എത്ര സപ്ലൈ എങ്ങനെ വരുന്നു, എത്രമാത്രം ലോൺ കടമെടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പോഴത്തെ എനിക്ക് പിന്നെ ഇതിനപ്പുറത്തേക്ക് ക്രിപ്റ്റോ കറൻസിയെ പറ്റി പറയാൻ അറിയില്ല. എന്തായാലും സൈറ്റുകൾ വഴി ഇപ്പോൾ ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യം നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇന്ത്യ ഗവൺമെൻറ്റിന് അത് ഇപ്പോൾ ഈ സെൻട്രൽ ബാങ്കുകൾ തന്നെ CBDC എന്ന് പറയും, സെൻട്രൽ ബാങ്കായിട്ടുള്ള ഡിജിറ്റൽ കറൻസീസ് ഉണ്ട്. ഡിജിറ്റൽ റുപ്പിയൊക്കെ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് വേണേൽ നമുക്ക് ട്രേഡ് ചെയ്യാം, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ അത് വേറെ റുപ്പിയുടെ തന്നെ ഡിജിറ്റൽ വെർഷൻ എന്നുള്ളതേ ഉള്ളൂ. റുപ്പിയുടെ ഇൻഹറൻറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് റുപ്പി ഈ നമ്മുടെ എക്കണോമി എങ്ങനെ പെർഫോം ചെയ്യുന്നതനുസരിച്ച് സ്പെക്കുലേറ്റീവ് ആണ് മാർക്കറ്റ് എപ്പോഴും. ഒരു എന്താ പറയുക, എങ്ങോട്ടാ പോകുന്നുള്ള ഡിപ്പെൻസ് ഓൺ ചിലപ്പം. അല്ല, അതിൽ നമുക്ക് ഫണ്ടമെൻ്റലായിട്ടുള്ള ന്യൂസ് ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഒരു കമ്പനിയുടെ കാര്യം എടുത്താൽ കമ്പനിയുടെ പ്രോഫിറ്റ് കൂടിയോ കുറഞ്ഞോ, നെറ്റ്വർത്ത് കൂടിയോ കുറഞ്ഞോ, ബിസിനസ് കൂടിയോ, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ബിറ്റ്കോയിൻ്റെ അണ്ടർലൈങ് ആയിട്ടുള്ളത് വേറെ ഒന്നും അറിയാനില്ല. എലൻ മസ്ക് 10 വായിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവരും മേലോട്ട് ഇടയ്ക്ക് വെച്ച് ഡോജ് കോയിനൊക്കെ കയറിപ്പോയത് അങ്ങനെയല്ലേ. വാങ്ങിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാവരും അത് വാങ്ങിക്കാൻ പോയി, എൻ്റെ പുറകെ പോയി. അതെ സാറേ, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഭയങ്കര വോൾട്ടൈലാണ്. ഇപ്പം മുമ്പാണെങ്കിൽ കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഗ്രോത്ത് ആണെങ്കിലും ഡിക്ലൈൻ ആണെങ്കിലും ഒരു കുറച്ചുകൂടെ സ്റ്റേബിൾ, പക്ഷേ കുറച്ചുകൂടെ ഇപ്പോൾ വോൾട്ടൈലായി. അത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നെന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടി, കൗണ്ട് ഭയങ്കരമായിട്ട് കൂടി. 2 പറയുന്നത് നമുക്ക് ആക്സസിബിലിറ്റി കുറച്ചുകൂടെ ഇത് തന്നെ സെയിം തന്നെയാണ്. ഇത് രണ്ടും അല്ലാതെ വേറെ കുറച്ച് കാരണങ്ങളോടുണ്ട്. ഓവർ റിസർച്ച് നടത്തി ഓവറായിട്ട് മാർക്കറ്റിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാക്കാവുന്നുള്ള രീതിയിൽ ഈ അൽഗോരിതം ഒക്കെ ഉപയോഗിച്ചിട്ടൊക്കെയുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ആൽഗോ ട്രേഡിങ്. അപ്പോൾ അൽഗോരിതം എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ്, മെഷീനാണ്. അപ്പോൾ മാർക്കറ്റിൽ വോളറ്റാലിറ്റി കൂട്ടിയതൊക്കെ കാരണം എന്ന് വെച്ചാൽ കണ്ടമാനം മെഷീൻസും നമ്മുടെ ഒരു കാർട്ടൂൺ കാണുന്ന പോലെ, മൂവി ഇത് കാണുന്ന പോലെ, ട്രാൻസ്ഫോമേഴ്സൊക്കെ കാണുന്ന പോലെയാണ് സംഗതി. എന്ന് പറഞ്ഞാൽ പലതരം മെഷീൻസും ഹ്യൂമൻ ബീയിങ്സും ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും എല്ലാവരും കൂടെ ഫൈറ്റ് ഔട്ട് ചെയ്യുന്ന ഒരു സ്ഥലമായി ഇത്. മനസ്സിലായില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ബൈയും സെല്ലും ഒക്കെ വന്നിട്ട് വോളറ്റാലിറ്റി കൂടി. അരോമൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഫണ്ടമെൻ്റലായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ കൂടി, ആളുകളുടെ എണ്ണം കൂടി, നമ്പർ ഓഫ് പ്ലെയേഴ്സ് കൂടി, പ്ലെയേഴ്സിൻ്റെ നേച്ചർ മാറി.
പിന്നെ ന്യൂസുകളെല്ലാം തിക്ക് ആൻഡ് ഫാസ്റ്റായിട്ട് വരാൻ തുടങ്ങി. പണ്ടത്തെ പോലെ ഇപ്പോൾ ഒരു സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ന്യൂസുകളെല്ലാം പിറ്റേ ദിവസം പത്രത്തിൽ വരണമായിരുന്നു. വരുന്നത്. അതെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി ഈ റിയൽ ടൈമിലുള്ള ആക്ടിവിറ്റീസ് കൂടിയിട്ടുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇതിപ്പം കുറച്ചുകൂടെ ആക്സസിബിളായി, ടെക്നോളജി കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയി. മൊബൈലൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് ആക്സസിബിളായി. അപ്പോൾ ആളുകൾ ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞ് എവിടെയെങ്കിലും സ്റ്റക്കായിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ദേ ക്യാൻ ഡു വാട്ട് എവർ ദേ വാണ്ട്. അവർക്ക് തന്നെ അതിന് വേണമെങ്കിൽ അവരുടെ ലെവൽസൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെ പോയി നേരത്തെ തന്നെ ഓർഡേഴ്സൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ പോകാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടാണ് വോളറ്റാലിറ്റി കൂടിയേക്കുന്നത്. പക്ഷേ ഹയസ്റ്റ് ലെവൽ ഓഫ് വോളറ്റാലിറ്റി ഒന്നും ഒരു അസറ്റ് ക്ലാസ്സിന് അത്ര നല്ലതാണോ ഡിസൈറബിൾ ആണെന്നല്ല നമ്മൾ പറയുന്നത്. പിന്നെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു വോളറ്റാലിറ്റി വന്നാൽ അവർക്ക് എൻട്രി ചെയ്യാനുള്ള അവസരങ്ങൾ കൂടുതലായിട്ട് കിട്ടും. അവരൊരു എന്താ പറയുക, സ്മാർട്ടായിട്ടുള്ള ഇൻവെസ്റ്റർ ആണെങ്കിൽ. നമുക്ക് ഈ ഒരു ഫിനാൻഷ്യൽ സെക്ടർ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റെഗുലേറ്ററി ബോർഡ് എനിക്ക് തോന്നുന്നത് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന RBI ആണെങ്കിലും SEBI ആണെങ്കിലും ഏറ്റവും എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന 2 റെഗുലേറ്ററി ബോർഡ്സ് ഉള്ളൊരു ഫീൽഡാണ് ഫിനാൻഷ്യൽ ഫുള്ള് നോക്കണം. അപ്പം സാറിൻ്റെ ഒരു ജേർണി എടുക്കുകയാണെങ്കിൽ ഫ്രം SEBI ഫോം ചെയ്ത ടൈം തൊട്ട് ഇന്ന് വരെ ലൈക്ക് ഈ റെഗുലേറ്ററി ലാൻഡ്സ്കേപ്സ് എത്രത്തോളം സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്? ലൈക്ക് അതായത് ഇവർ ലൈക്ക് ദേ ആർ അഡാപ്റ്റിംഗ്, ലൈക്ക് പുതിയ ട്രെൻഡ്സ് വരുമ്പോൾ അവർ അഡാപ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിനാണെങ്കിൽ ഒരു സ്റ്റാൻഡർഡൈസേഷൻ വെച്ചു. ട്രേഡിംഗ് ആണെങ്കിലും മുമ്പ് അപ്സ്റ്റോക്സ് ലൈക്ക് പ്ലാറ്റ്ഫോമിൻ്റെ പേര് പറയാമെന്നറിയില്ല, ബട്ട് സ്റ്റിൽ അങ്ങനത്തെ പ്ലാറ്റ്ഫോംസൊക്കെ 100x 50x ലിവറേജ് കൊടുക്കുമായിരുന്നു ട്രേഡ് ചെയ്യുന്നത്. അത് ലൈക്ക് ദേ ബ്രോട്ട് ഡൗൺ ടു 5%. അപ്പം ഈ സെബിയും ഒക്കെ അത്രയും അപ്ഡേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണ്? പിന്നെ തീർച്ചയായിട്ടും റെഗുലേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇൻവെസ്റ്ററുടെ ഒരു പ്രൊട്ടക്ഷനാണ് അവരുടെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ ആംഗിളിൽ എക്സസസ് ഒക്കെ ഉള്ളപ്പോൾ അവർ പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവരും. എനിക്ക് ആകപ്പാടെ സെബിയെ പറ്റി വളരെ നല്ല അഭിപ്രായം എനിക്കുള്ളത്. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് അവർ വളരെ നല്ല രീതിയിൽ റെഗുലേറ്റഡ് മാർക്കറ്റായിട്ട് ഇന്ത്യ വളർന്നു. ഇന്നിപ്പോൾ ഒരു അഡ്വാൻസ്ഡ് എക്കണോമിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. T+1 സെറ്റിൽമെൻറ്റ്സ്, അപ്പോൾ റിയൽ ടൈം സെറ്റിൽമെൻറ്റ്സിലേക്ക് പോവുകയാണ്. അങ്ങനെ പെട്ടെന്ന് സ്റ്റോക്ക് മേടിക്കാം, വിൽക്കാം, ഡെപ്പോസിറ്ററി സിസ്റ്റം, ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് എൻട്രി എക്സിറ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള എല്ലാ രീതിയിലും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സിസ്റ്റത്തിലേക്ക് ഡെവലപ്പ് ചെയ്ത് വന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം കഴിഞ്ഞ 2-3 വർഷങ്ങളിലായിട്ട് ഇവർ വളരെയേറെ റെഗുലേഷൻസ് കൊണ്ടുവന്നു. വളരെ ഷോർട്ടർ പീരീഡിൽ ഓവർ ഡോസ് റെഗുലേഷൻസ് വന്നപ്പം ഈ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന് പലർക്കും ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാര്യം ഇതെല്ലാം ടെക്നോളജി ഡ്രിവൺ ആണല്ലോ ഇന്ന് എല്ലാത്തിനും. ഇപ്പം ഞങ്ങളൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ എനിക്കൊരു ചെറിയൊരു പരാതി എന്നാന്ന് ചോദിച്ചാൽ, ഇത്രയും പെട്ടെന്ന് റെഗുലേഷൻസ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഫ്രീക്വൻ്റായിട്ട് ടെക്നോളജികളൊക്കെ അപ്ഡേറ്റ് ചെയ്യുകയും ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വന്നതുകൊണ്ട് നമ്മളുടെ ഒത്തിരി ടൈമും എഫേർട്ടും അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റും എല്ലാം വളരെയേറെ കൂടി. അതിൻ്റേതായ കോംപ്ലക്സിറ്റീസ് വേറെ ഉണ്ടായി. ഇതൊക്കെ ആണെങ്കിൽ എൻവയറമെൻറ്റ് സേഫ് ആണോ എന്ന് ചോദിച്ചാൽ ഈ സൈബർ സെക്യൂരിറ്റി അറ്റാക്കുകളൊക്കെ വളരെ ഫ്രീക്വൻ്റായി, ഇപ്പം പണ്ടത്തെ പോലല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഓരോ പുതിയ കാര്യങ്ങളും സെബിയുടെ സൈഡിൽ നിന്ന് വരുമ്പോഴും അതുപോലെ പുതിയ കാര്യങ്ങൾ ഡെവലപ്മെൻറ്റ്സും വേറെ പാരലി നടക്കുന്നുണ്ട്. നത്തിങ് റിലേറ്റഡ് ടു സ്റ്റോക്ക് മാർക്കറ്റ് എലോൺ. അപ്പോൾ അങ്ങനെ ടെക്നോളജി സൈഡിലാണെങ്കിലും ഇതൊക്കെ ഒരു ചലഞ്ച് തന്നെയാണ്. ബാങ്കുകൾക്കൊക്കെ ഈ ചലഞ്ചുണ്ട്. പിന്നെ റെഗുലേറ്റേഴ്സിനെ പറ്റി അങ്ങനെ കംപ്ലയിൻ്റ് ഒന്നും പറയാനൊന്നുമില്ല. സോ ഫാർ ദേ ഹാവ് ഡൺ എ വെരി ഗുഡ് ജോബ്. അത് ഇൻവെസ്റ്റർ കോൺഫിഡൻസ് കൂട്ടിയിട്ടുണ്ടെന്നുള്ളത് വളരെ ക്ലിയർ ആണല്ലോ. ഇപ്പോൾ തന്നെ SIP 25,000 crores ആണ് ഒരു മാസം SIP ആയിട്ട് മാർക്കറ്റുകളിലേക്ക് ഒഴുകിയെത്തുന്നത്. പിന്നെ നേരത്തെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു 2 കോടി ആളുകൾക്കായിരുന്നു ഡിമാറ്റ് അക്കൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 10-16 കോടി ഡിമാറ്റ് അക്കൗണ്ട്സ് ആയി. ചിലപ്പോൾ മൾട്ടിപ്പിൾ ഡിമാറ്റ് അക്കൗണ്ട്സ് ഉണ്ടാകും. എന്നാലും ഒരു 10 കോടി ജനങ്ങൾക്കേലും ഏറ്റവും കുറഞ്ഞത് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെന്നുള്ളതാണ് കണക്കാക്കുന്നത്. നമ്മുടെ പോപ്പുലേഷനുമായിട്ട് നോക്കുമ്പോൾ ഹാർഡ്ലി അതൊരു 4-5% ഉള്ളൂ. പക്ഷേ എന്നാലും മറ്റ് വെസ്റ്റേൺ കൺട്രീസോ അല്ലെങ്കിൽ ഇപ്പോൾ ചൈനയിൽ പോലും 40% ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. US അത് 69%. അങ്ങനെയൊക്കെ നോക്കിയാൽ ഇവിടുത്തെ 5-6% എന്ന് പറയുന്നത് വളരെ ചെറിയ നമ്പർ. പക്ഷേ ഇന്ത്യയിൽ നമ്മൾ മനസ്സിലാക്കണം, മറ്റ് വെസ്റ്റേൺ കൺട്രീസുമായിട്ട് ഇക്കാര്യത്തിൽ ഒരു കമ്പാരിസൺ നടത്തുന്നതിനകത്ത് കാര്യമില്ല. കാര്യം നമ്മുടെ ഇവിടെ പോവർട്ടി ലൈനിന് താഴെ പോപ്പുലേഷൻ്റെ ഒരു നല്ല ശതമാനം ആളുകൾ ഇപ്പോഴും ഉണ്ട്. പിന്നെ ചെറിയ ഇൻകം ഉള്ളവരുണ്ട്, അവർക്ക് വേറെ സേവ് ചെയ്യാനൊന്നുമുള്ളൊരു ലെവലിലേക്കില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്നാലും ഈ 5% നമ്പർ എന്ന് പറയുന്നത് അധികം വൈകാതെ ഒരു 20-25 കോടി ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് അധികം വൈകാതെ തന്നെ എത്താനുള്ള ചാൻസാണ് ഉള്ളത്. ഇപ്പം അതിനുള്ള സിസ്റ്റമാണ് ഇപ്പോൾ ഉള്ളത്. DBFSനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ വെൽത്ത് മാനേജ്മെൻറ്റ്, ഇപ്പോൾ NBFC എന്തൊക്കെയാണ് ഓഫർ ചെയ്യുന്നത്? എന്തൊക്കെ സർവീസസ് ആണ്? അല്ല, ഞങ്ങൾ ഫിനാൻഷ്യൽ ഫീൽഡിൽ DBFSന് ഗ്രൂപ്പ് കമ്പനികളുണ്ട്. നമുക്കൊരു ഹോൾഡിംഗ് കമ്പനിയുണ്ട്, ദോഹ ബ്രോക്കറേജ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറഞ്ഞാൽ. അതിന് കീഴിൽ DBFS സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അവിടെ ഈ ബ്രോക്കറേജ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ബിസിനസ്സുകളും, എക്സ്ചേഞ്ച് മെമ്പർഷിപ്പുകൾ, ഡെപ്പോസിറ്ററി സർവീസസ്, പിന്നെ ബ്രോക്കറാണോ എങ്ങനെ? അല്ല, ഞാൻ ഫ്ലാറ്റ് ഫീയോ ഓഫർ ചെയ്യുന്നുണ്ട്. ഡിസ്കൗണ്ട് ബ്രോക്കറായിട്ടില്ല, നമ്മളൊരു ഫുൾ ഫ്ലെഡ്ജ് ബ്രോക്കറാണ് ഞങ്ങൾ. പക്ഷേ ഇപ്പോൾ ഓൺലൈനും ഓഫർ ചെയ്യുന്നുണ്ട്, ഓഫ്ലൈനും ഓഫർ ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് ബ്രോക്കർ പോലത്തെ പ്രൈസിംഗ് ഒക്കെ കിട്ടും.
ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഹയർ പ്രൈസിങ് ആയിരിക്കും. പക്ഷേ നമുക്കപ്പം ബ്രാഞ്ചസ് ചെയ്യുന്ന സപ്പോർട്ടും റിലേഷൻ മാനേജേഴ്സൊക്കെ രണ്ട് ഹൈബ്രിഡ് മോഡലാണ് നമ്മുടെ. ഓക്കെ. അപ്പോൾ ഈ രണ്ടും കിട്ടും. പിന്നെ നമുക്ക് വേറെ DBFS ഫിനാൻസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അതൊരു RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള NBFC ആണ്. ലോൺ പ്രൊഡക്റ്റുകളെല്ലാം ഷെയർസിന് അഗൻസ്റ്റ് ആയിട്ടുള്ള ലോണ്, ഗോൾഡ് ലോൺ, അങ്ങനത്തെ പല പല ലോൺ പ്രൊഡക്റ്റുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് 2 കമ്പനികളുണ്ട്. DBS വെൽത്ത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അഡ്വൈസറി സർവീസസ്, അസറ്റ് മാനേജ്മെന്റ്. അസറ്റ് മാനേജ്മെൻറ്റില്ല, വെൽത്ത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അഡ്വൈസറി സർവീസസ്, ഫണ്ട് മാനേജ്മെൻറ്റ്, ഒരു ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ലോഞ്ച് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 3 സബ്സിഡറീസുമാണ് നമുക്കിപ്പം ഉള്ളത്. ഇതൊരു ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡിംഗ് സ്ട്രക്ചർ പറയുകയാണെങ്കിൽ നമുക്ക് ദോഹ ബാങ്കാണ് ഞങ്ങളുടെ മേജർ ഷെയർ ഹോൾഡർ. പിന്നെ ലുലു ഗ്രൂപ്പിലും ഒരു ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. അങ്ങനെ 2 ഷെയർ ഹോൾഡേഴ്സാണ്, മാർക്കി ഷെയർ ഹോൾഡേഴ്സാണ് നമുക്കുള്ളത്. പിന്നെ അതിൻ്റെ പ്രൊമോട്ടേഴ്സായിട്ടുള്ള എൻ്റെയോടൊപ്പം ഒരു 2 ആളുകളും പിന്നെ വേറെ പുതിയതായിട്ട് ആ ടീമിലേക്ക് ഒരു 2 പേരൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഒരു 5 പേരുടെ ടീമാണ് ഞങ്ങൾക്കുള്ളത്. അടുത്തൊരു 5 വർഷത്തെ ഗ്രോത്ത് എങ്ങനെ കാണുന്നു? കാരണം ഇത്രയും ഓപ്റ്റിമിസ്റ്റിക് ആണല്ലോ ഇത് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഗ്രോത്തിനെ പറ്റി. അല്ല, ഗ്രോത്തിനെ പറ്റി ഞങ്ങളുടെ കമ്പനിയെ പറ്റിയുള്ള ഗ്രോത്തിനെ പറ്റിയാണോ ചോദിച്ചാൽ ഇന്ത്യൻ കമ്പനിയെ പറ്റി നമ്മളിപ്പോഴും സ്റ്റഡിയായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഒരു 27% ഗ്രോത്ത് ഇപ്പോൾ ഓൾറെഡി ടേൺ ഓവറിലൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു ലെവലിൽ നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഫീ ബേസ്ഡ് ഇൻകം ആണല്ലോ, അല്ലാതെ നമുക്ക് മറ്റ് കമ്പനികളുടെ ടേൺ ഓവർ പറയുന്ന പോലെ ഞങ്ങളുടെ ടേൺ ഓവർ പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും. അതായത് ഞങ്ങൾക്കിപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ 150-200 കോടി രൂപയുടെ ടേൺ ഓവർ ഉണ്ടാവും. പക്ഷേ 200 കോടി രൂപയുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് സ്റ്റോക്ക് ട്രേഡിങ്ങിൽ വളരെ ഇൻകം വൈസ് വരുമ്പം അത് ചിലപ്പോൾ 10 ലക്ഷം 15 ലക്ഷം രൂപയുടെ ഇൻകമേ കാണത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇൻകം ആണ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം നമുക്കൊരു ഈ വർഷം ഒരു 55 crores ഇൻകത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാളും ഒരു 22% ഗ്രോത്താണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത്. 25% ചിലപ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റിയേക്കും ഇൻകം. അത് ആ രീതിയിലാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രോത്തും റീസണബിളായിട്ടുള്ള പ്രോഫിറ്റും ജനറേറ്റ് ചെയ്യുന്ന ഓപ്പറേഷൻസാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹിസ്റ്ററി തന്നെ ഒരു വർഷം 2008 മാത്രമേ ഞങ്ങൾക്ക് ഒരു ലോസ് ഉണ്ടായ ഇയർ ഉണ്ടായിട്ടുള്ളൂ, റിസഷൻ ടൈമിൽ. ഈവൻ കോവിഡ് ടൈമിൽ പോലും നമുക്ക് പ്രോഫിറ്റബിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. പിന്നെ കോവിഡിന് ശേഷം എല്ലാവർക്കും തന്നെ ബിസിനസ് കൂടി. പിന്നെ നമ്മളൊക്കെ ഈ ദോഹ ബാങ്ക് എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലുള്ള വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ബാങ്കാണ്, ഖത്തർ ബേസ്ഡ് ആയിട്ടുള്ള. ഞങ്ങൾക്ക് NRI കസ്റ്റമേഴ്സിനെയൊക്കെ സ്പെഷ്യലൈസ്ഡ് ചെയ്തിട്ടുള്ള സർവീസസ് ഉണ്ട്, ബ്രോക്കറേജ്. അത് നമ്മൾ വളരെ എനിക്കൊന്ന് വൺ ഓഫ് ദ ടോപ്പ് ബ്രോക്കേഴ്സാണ് ആ ഒരു മേഖലയിൽ. അപ്പോൾ ഞങ്ങളുടെ കോമ്പറ്റീഷൻ ഈ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സുമായിട്ട് മാത്രമല്ല, കുറച്ചുകൂടെ ഹൈ വാല്യൂ ഉള്ള ഹൈ നെറ്റ്വർത്തുള്ള ക്ലയൻസാണ് നമ്മളുടെ മേജറായിട്ടുള്ള സപ്പോർട്ട് ബേസ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഈ പുതിയ സ്റ്റാർട്ടപ്സ് ഉണ്ടല്ലോ, ഫിൻടെക് സ്റ്റാർട്ടപ്സ് ഉണ്ടല്ലോ, അവരുമായിട്ടുള്ള കൊളാബറേഷൻസോ അല്ലെങ്കിൽ അവരുടെ ആയിട്ടുള്ള ഒരു മൊത്തത്തിൽ DBFSനെ എങ്ങനെ ഒരു അല്ല, നമുക്ക് കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ ഫിൻടെക് സ്റ്റാർട്ടപ്പുമായിട്ട് അങ്ങനെ ഡയറക്റ്റ് കൊളാബറേഷൻസ് ഒന്നും. പക്ഷേ ഞങ്ങളെല്ലാ സ്റ്റാർട്ടപ്പുകളുടെ ടെക്നോളജികളെല്ലാം ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, ഫിൻടെക്കുകളുടെ. അതിപ്പോൾ നമ്മളെല്ലാം ഇപ്പോൾ തന്നെ ഒരു പുതിയ മേജർ ടെക്നോളജി അപ്ഗ്രേഡേഷൻ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അത് കസ്റ്റമർ ഓൺ ബോർഡിങ് തൊട്ട് മൊബൈൽ സൂപ്പർ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് തൊട്ട് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ APIs ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ക്ലിയറിംഗ് കോർപ്പറേഷൻസ്, ബാങ്കുകൾ, ഡെപ്പോസിറ്ററി എല്ലാം റിയൽ ടൈം കണക്റ്റഡാണ്. അപ്പോൾ അതുകൊണ്ട് ടെക്നോളജി സ്റ്റാർട്ടപ്പുകളെ ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കും. പക്ഷേ ഫിൻടെക് എന്ന് പറയുന്നത് ഫിൻടെക്കുകളുമായിട്ട് ഒത്തിരി കൊളാബറേഷനുണ്ട്. ഇപ്പം നമുക്ക് ഇപ്പോൾ ഹൈദരാബാദ് ബേസ്ഡ് ഒരു കമ്പനിയുമായിട്ടാണ് ഇപ്പം നമ്മൾ ഈ പുതിയ KYC സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് ഓൺ ബോർഡിങ് കുറച്ചുകൂടെ സ്മൂത്ത് ആക്കാൻ വളരെ ഈസി ആയിട്ട് 2-3 മിനിറ്റ് കൊണ്ട് ഒരു ക്ലയൻറ്റിന് നമ്മുടെ കയറി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വളരെ ഫാസ്റ്റായിട്ട് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പ്യുവർലി ഓൺലൈനായിട്ട്, ഒരു ഓഫീസ് വിസിറ്റ് ചെയ്യേണ്ട, ഒന്നും വേണ്ട. ആ രീതിയിലുള്ള അങ്ങനത്തെ ഒക്കെ ഉള്ള സിസ്റ്റംസ് എല്ലാം ടെക്നോളജി സ്റ്റാർട്ടപ്പുകൾ കണ്ടമാനം ഉണ്ടെന്ന് മാത്രമല്ല, ചിലരുടെയൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെക്നോളജീസാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിതെല്ലാം നമ്മളിപ്പോൾ ഒരു 40 സിസ്റ്റംസുമായിട്ട് നമ്മുടെ സിസ്റ്റംസ് റിയൽ ടൈം ബേസിസ് കണക്റ്റഡാണ്, ബാങ്കുകൾ ഉൾപ്പെടെ. അപ്പോൾ അതിൽ ഒരു ടെക്നോളജി മോഡിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് 100 വട്ടം ആലോചിക്കേണ്ടി വരും, നമ്മളതൊരു ലൈവ് എൻവയറമെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്. അതാണ് അതിൻ്റെ പ്രശ്നം. മനസ്സിലായി. നമ്മൾ ഇന്ത്യയുടെ ഒരു ഇതെല്ലാം ഗ്രോത്തും കാര്യങ്ങളും പറഞ്ഞു. അപ്പം ഒരു ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റഷ്യ-ഉക്രൈൻ വാർ, അത് കഴിഞ്ഞിപ്പം ഇറാൻ. അപ്പം ആക്ച്വലി ഗ്ലോബൽ മാർക്കറ്റ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ഡെഫിനറ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ബട്ട് അത് അവിടെ ഗ്ലോബലി ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്, ഇനിയും ഒരുപാട് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. സോ വിൽ ദാറ്റ് എഫക്ട് ദ ഗ്രോത്ത് ഓഫ് ദ കൺട്രി? ലൈക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും? അല്ല, തീർച്ചയായിട്ടും. ഇപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ഗ്ലോബലൈസേഷൻ്റെ ട്രെൻഡ് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ചില രാജ്യങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ എന്നാലും റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. ലോകമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ കണക്റ്റഡാണ്. ഇപ്പോൾ ചൈനയും US തമ്മിലുള്ള താരിഫ് വാറൊക്കെ അങ്ങനെ വന്നേക്കുന്നതാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കഴിഞ്ഞ 10-20 വർഷത്തെ ട്രെൻഡെന്ന് പറഞ്ഞാൽ ഗ്ലോബലി ഉള്ള
രാജ്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് ടാക്സൊക്കെ യൂണിഫോം ആക്കി ഏതാണ്ട് എന്താ പറയുക ഇമ്പോർട്ട് ഡ്യൂട്ടികളും റെസ്ട്രിക്ഷൻസും ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്യണമെന്നാണ് പറയുന്നത് WTOയുടെ റൂൾ അനുസരിച്ച്. പക്ഷേ പല രാജ്യങ്ങളും അവരുടെ ഓരോ സെൽഫ് ഇൻട്രസ്റ്റിൽ പ്രൊട്ടക്ഷനിസ്റ്റ് ആയിട്ടുള്ള പോളിസികളൊക്കെ കൊണ്ടുവരും. ഇപ്പോൾ US ഒക്കെ ഇപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ വാറുകൾ ഉണ്ടാകാനുള്ള ഒരു കാരണവും അതാണ്, എക്കണോമി തന്നെയാണ്. പക്ഷേ ഇപ്പം റഷ്യ യുക്രൈൻ വാറിനകത്ത് ഏതൊക്കെ രാജ്യങ്ങൾ കൂടും, അല്ലെ ഇസ്രായേലും ഇറാനുമായിട്ട് വാർ ഉണ്ടാകുമോ, ക്രൂഡ് ഓയിൽ പ്രൈസസ് എങ്ങോട്ട് പോകും, ഇങ്ങനെയൊക്കെ ഇതിനെയൊക്കെ നമുക്കും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത് ലോകത്ത്. അതുകൊണ്ട് നമുക്കതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് തോന്നുന്നത് ഗ്ലോബലൈസേഷനിൽ നിന്ന് കംപ്ലീറ്റ് പുറകോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, അത് ലോകത്തിന് ഗുണം ചെയ്യത്തില്ല. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് പോലെയുള്ള മേജർ ഇഷ്യൂസ് ചലഞ്ചസ് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, പല രാജ്യങ്ങളിലും വെസ്റ്റേൺ രാജ്യങ്ങളിലും ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കാണുകയായിരുന്നു. സ്പെയിനിലൊക്കെ ഒരു ഫ്ലഡ് വന്നിട്ട് ഈ കഴിഞ്ഞ 10-40 വർഷമായിട്ട് ഒരു തവണ പോലും എത്ര ഫ്ലഡ് വരാത്ത ഒരു ടൗൺ മൊത്തം വാഷ് ഔട്ടായിപ്പോയി. അപ്പോൾ 100-200 പേര് മരിക്കുകയും ചെയ്തു. അപ്പോൾ അതേ ക്ലൈമറ്റ് ചേഞ്ച് റിയലാണ്. US എല്ലാ സ്ഥലങ്ങളിലും ടൊർണാഡോസും അതുപോലെ തന്നെ ഫ്ലാഷ് ഫ്ലഡുകളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഗ്ലോബലായിട്ടുള്ള പല ഇഷ്യൂസിനെ നമ്മൾ അതിപ്പോൾ ഒരു രാജ്യം മാത്രം വിചാരിച്ചാൽ ഈ ഗ്ലോബൽ പൊല്യൂഷനൊന്നും കൺട്രോൾ ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കളക്റ്റീവായിട്ടുള്ള എഫേർട്ട് തന്നെ വരും. ലോകത്ത് സംഭവിക്കുന്ന പല കാര്യങ്ങളും വാർ പോലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഇമ്പാക്റ്റ് ചെയ്യും. പക്ഷേ എന്നിരുന്നാലും ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ മുന്നിൽ അടുത്ത ഒരു 25 വർഷം എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ പീരീഡാണ്. നിങ്ങളൊക്കെ ലക്കിയാണ്, കാരണം നിങ്ങൾ ആ ഗോൾഡൻ പീരീഡിൻ്റെ നല്ല ടൈമിലാണ് നിങ്ങൾ നിൽക്കുന്നത്. സോ യു ക്യാൻ ഈസിലി ഗ്രോ അലോങ് വിത്ത് ഇന്ത്യ ഒരു ഡെവലപ്പ് നേഷനിലേക്ക് മാറുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് കൂട്ടത്തിൽ വളരെ ഈസി ആയിട്ട് നല്ല രീതിയിൽ പൊസിഷൻ ചെയ്താൽ, നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഒരു ലൈഫിൻ്റെ ഒരു പ്ലാനിങ്, കരിയർ പ്ലാനിങ് ഒക്കെ ആ രീതിയിൽ ചെയ്താൽ വളരെ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. നിങ്ങളുടെ ലൈഫ് അംബിഷൻസ് വേണം 40 വയസ്സിൽ തന്നെ ആരോഗ്യം റിട്ടയർ ചെയ്യാനും പറ്റും, ഒരു കുഴപ്പമില്ല. ലാസ്റ്റ് എനിക്ക് ഒരു എൻ്റെ ഏജ് ആണെങ്കിലും I'm 27, എന്നെക്കാളും യങ്ങേഴ്സ് ആയിട്ടുള്ളൊരു 18-20 വയസ്സുള്ളൊരു, അതിൽ കുറച്ചുകൂടെ എന്നെക്കാളും മൂത്തതായിട്ട് ഒരു 30-35, അവരുടെ എല്ലാവരോടും സാറിനൊരു പറയാനുള്ളൊരു മെസ്സേജ് എന്താണ്? ഓവർ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും ശരി, ലൈഫാണെങ്കിലും ശരി, എന്തായിരിക്കും ഈ ഒരു എക്സ്പീരിയൻസിൽ? അല്ല, നമ്മൾ ലൈഫിലെല്ലാം ബാലൻസ് ചെയ്ത് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇൻവെസ്റ്റ്മെൻറ്റ് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. അതിപ്പോൾ ചില ആളുകൾ പറയുന്ന ഒരു കാര്യം, യങ്സ്റ്റേഴ്സ് പറയുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവർ ചില തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കയറി പഠിക്കും. അതായത് അവർക്കിപ്പോൾ ജോലി കിട്ടി, ഒരു സാലറി കിട്ടി കഴിയുമ്പോൾ തന്നെ കുറച്ച് ഏതെങ്കിലും ബാങ്ക് വന്നിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് തരും. ദേ സ്റ്റാർട്ടഡ് ബോറോവിങ് ആൻഡ് എൻജോയ് ചെയ്യുക എന്ന് മാത്രമാണ് ഒരു ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് അവർ തിങ്ക് ചെയ്യും. പിന്നെ അവർ തിങ്ക് ചെയ്യും, എനിക്കിപ്പോൾ 30 അല്ലേ ആയുള്ളൂ, എനിക്കിപ്പോൾ 35 അല്ലേ ആയുള്ളൂ, വൈ ഷുഡ് ഐ വറി അബൌട്ട് ഓൾ ദീസ് തിങ്സ്, ലെറ്റ് മീ എൻജോയ്. എന്നിട്ട് പിന്നെ ആവശ്യമുള്ളപ്പോൾ അങ്ങനെ ഇത് വർക്കാകത്തില്ല ലൈഫ്. നമ്മൾ വിചാരിക്കുന്നതിലും സ്പീഡിൽ ഇയേഴ്സ് കടന്നു പോയിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് റിക്വയർമെൻറ്റ്സ് മാറിക്കൊണ്ടിരിക്കും. മുന്നോട്ട് ഇൻഫ്ലേഷനൊക്കെ ഉള്ള രാജ്യമായതുകൊണ്ട് ഈ ചിലവുകളൊക്കെ കൂടാൻ പോവുക. എല്ലാ ചിലവുകളും നിങ്ങൾക്ക് ഇനിയും ഇതിൻ്റെ ഇപ്പോൾ ഉള്ളതിൻ്റെ ഡബിൾ ആകത്തേ ഉള്ളൂ 10 വർഷം കഴിയും. അപ്പോൾ അതൊക്കെ ഫാക്ടർ ചെയ്ത് നമ്മൾ ഇതിനെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസിപ്ലിനും ഇൻവെസ്റ്റ്മെൻറ്റും വേണം. ഇപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ ആംഗിളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മസ്റ്റാണ്. ആവശ്യമില്ലാതെ ക്രെഡിറ്റ് എടുക്കരുത് എന്ന് പറഞ്ഞാൽ കണ്ടമാനം കാശിന് ബോറോ ചെയ്തിട്ട് വണ്ടികൾ മേടിക്കുക, വലിയ നമ്മുടെ ഒരു ഇൻകോവായിട്ടും ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അസറ്റ് അലൊക്കേഷൻ, ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യണം. നമുക്ക് ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റീവ് അല്ലാത്ത അസറ്റുകൾ, വലിയ വീട് മേടിക്കുക, വലിയ കാറുകളും മേടിക്കുക, അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ഇഷ്ടമായിരിക്കും. പുതിയ മോഡൽ ഭയങ്കര എക്സ്പെൻസീവായിട്ട് നമ്മൾ ബോറോ ചെയ്ത്, സ്വന്തമായിട്ട് കയ്യിൽ കാശുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ, ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ടൊരു പ്രശ്നമില്ല. ബോറോ ചെയ്യുന്നതിലാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ അത് നമുക്ക് പലപ്പോഴും നമ്മളെ ട്രാപ്പിൽ കൊണ്ടുപോയി എത്തും. എക്കണോമിയൊക്കെ രക്ഷപ്പെട്ടു, രാജ്യമൊക്കെ ഈ പറഞ്ഞ പോലെ നമ്പർ 3 പൊസിഷനിലൊക്കെ എത്തും. നിങ്ങളുടെ കയ്യിൽ കാശില്ലെങ്കിൽ നിങ്ങൾ ഒരിടത്തും എത്തത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്, ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതുള്ള ഇതിനകത്തൊരു മാർഗ്ഗം. നല്ല അസറ്റ് ക്ലാസ്സസ് കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള, നിങ്ങൾക്കിപ്പോൾ ഒരു 1 കോടി രൂപയുടെ നെറ്റ്വർത്ത് ഉണ്ട്, നിങ്ങൾ 1 കോടി രൂപ ഒരു പ്രോപ്പർട്ടി മാത്രം മേടിച്ച്, അല്ലെങ്കിൽ വലിയൊരു വീട് മാത്രം മേടിച്ച് വെച്ചിട്ട് അങ്ങനത്തെ മണ്ടത്തരങ്ങൾ ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് അതിന് ലിക്വിഡിറ്റി ഒന്നുമില്ല, നിങ്ങൾക്ക് പെട്ടെന്നൊരു കാശിനാവശ്യം വന്നാൽ പോലും എടുക്കാനൊക്കെ. അപ്പോൾ നമ്മളെപ്പോഴും ഇതിന് പറയുന്ന കാര്യം, ഒരു സർട്ടൻ പെർസെൻറ്റേജ്, ഒരു 30% റിയൽ എസ്റ്റേറ്റിലാണെങ്കിൽ ഒരു 30% ലിക്വിഡ് അസറ്റ്സ്, സ്റ്റോക്ക് പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ ഗോൾഡിൽ ഒരു 10% ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു അസറ്റ് അലോക്കേറ്റ് ചെയ്ത് ഡൈവേഴ്സിഫൈ ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന റിട്ടേണും കിട്ടും, നമ്മുടെ ലിക്വിഡിറ്റിയും കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ക്രെഡിറ്റ് എടുക്കുമ്പോൾ ഞാൻ പറയില്ല, ക്രെഡിറ്റ് കാർഡ് പ്രത്യേകിച്ച് ഒരു ഡേഞ്ചറസ് പ്രോഡക്റ്റാണ്. അത് പലരും എടുത്തിട്ട് അത് ഡിഫോൾട്ട് വരുത്തി ഹയർ ഇൻട്രസ്റ്റ് ഒക്കെ പേ ചെയ്തൊക്കെ പോകുന്ന ഒത്തിരി യങ്സ്റ്റേഴ്സിനെ എനിക്കറിയാം. ആ കൾച്ചറിൽ നിന്ന് നമ്മൾ പുറത്ത് വരണം. നമ്മുടെ കയ്യിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് സർപ്ലസ് ജനറേറ്റ് ചെയ്ത് സ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് പോകണം. അപ്പോൾ ചില ആളുകൾ പറയും, എനിക്ക് മൊത്തം 25,000 ഉള്ളൂ സാലറി, പക്ഷേ എനിക്കൊരു 20th ആകുമ്പോൾ തന്നെ സാലറി കൊണ്ട് എല്ലാ എമൗണ്ടും തീരും, പിന്നെ 10 days ഡാർക്കാണെന്നൊക്കെ പറയും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാഫിനോടൊക്കെ ചോദിക്കുമ്പോൾ കേൾക്കാറുണ്ട്.
അങ്ങനെ അത് തെറ്റായിട്ടുള്ള ധാരണ. നമുക്കിപ്പോൾ സപ്പോസ് നമ്മൾ ഡിസൈഡ് ചെയ്യാം എനിക്ക് 25,000 ഉള്ളൂ സാലറി, 3,000 എന്ത് ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് എവർ ഇറ്റ് ഇസ് ഐ വിൽ ഇൻവെസ്റ്റ് 3,000 റുപ്പീസ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യമേ നടത്തി വെച്ചേച്ച് ബാക്കിയുള്ള 21,000 കൊണ്ട് ചിലപ്പോൾ 20th ആകണ്ട 18th ആകുമ്പോൾ തൊട്ട് ഡാർക്ക് ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സോ ദാറ്റ് വേ ലൈക്ക് അങ്ങനെ ഒരു നിങ്ങൾ റിവേഴ്സായിട്ട് തിങ്ക് ചെയ്യണം. അല്ലെ എല്ലാ ചിലവും കഴിഞ്ഞ് മിച്ചം എന്തെങ്കിലും ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തിങ്ക് ചെയ്യുന്നതിന് പകരം ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, അതിനുശേഷം നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ ഉള്ള രീതിയിലേക്ക് നിങ്ങൾ തിങ്ക് റെസ്പെക്റ്റീവ് ഓഫ് ഞാൻ പറയല്ലോ ചെറിയ എമൗണ്ടുകളാണെങ്കിലും ലോങ്ങർ പീരീഡിൽ കോമ്പൗണ്ട് ചെയ്ത് വലിയൊരു എമൗണ്ടായിട്ട് വരും. ഇനിയിപ്പോൾ നമ്മളൊരു ഇത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് നമുക്ക് പറയാം. നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നോ, അതിൻ്റെ ഉത്തരം വേണ്ടേ? എന്താണ് പറയുന്നത്? 7 കോടിയല്ലേ? 7,60,00,000 രൂപ കിട്ടും. 10,000 രൂപ 10,000 രൂപ വെച്ച് 30 വർഷത്തേക്ക് മാസമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് പോയാൽ, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റിൽ പോയാൽ 15% റിട്ടേൺ കിട്ടുകയാണെങ്കിൽ, ചിലപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ 15 എന്നുള്ള 14 ആകാം, അല്ലെ 13 ആകാം, അപ്പോൾ അതിനനുസരിച്ച് ഫിഗർ 18 ആകാം. 18 കിട്ടിയാൽ ഈ ഫിഗർ ഇതിലും അപ്പുറമാകും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ തുകയൊന്നും വേണ്ട ഇതിനകത്തുനിന്നൊരു നല്ല രീതിയിലുള്ള ഒരു കോർപ്പസ് ബിൽഡ് ചെയ്യാനായിട്ട്. അതോടുകൂടി നിങ്ങൾക്കിപ്പോൾ 7 കോടി വേണ്ട, 4 കോടി ആകുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നിർത്തിയിട്ട് റിട്ടയർ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാൻ ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ മന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുക, ഡിസിപ്ലിനായിട്ട് ചെയ്യുക, SIPകൾ ബ്രേക്ക് ചെയ്യാതിരിക്കുക. SIP വർക്ക് ചെയ്യുന്നത് എന്താണ്? മുകളിലേക്ക് പോകുമ്പോൾ, മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഒരു ആവറേജ് ആയിട്ടൊരു ക്വാണ്ടിറ്റി, ഒരു മ്യൂച്വൽ ഫണ്ടിൽ കൂടെ തന്നെ SIP ചെയ്യണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഇൻഡിവിജ്വൽ സ്റ്റോക്കുകൾ 4-5 ഷെയറുകൾ എടുത്തിട്ട് അതിൽ തന്നെ SIP ചെയ്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളുണ്ട്, നിഫ്റ്റി ബീസ് പോലെയൊക്കെയുള്ള ഫണ്ടുകളൊക്കെ ഉണ്ട്. അതാണ് ഏറ്റവും നല്ലത്. അതിൽ ലോ കോസ്റ്റുള്ള ഫണ്ടുകളാണ്. അതാണ് SIP ചെയ്യാൻ ഏറ്റവും നല്ലത്. അപ്പോൾ അത് നല്ല ഹൈ ക്വാളിറ്റി സ്റ്റോക്കുകൾ, നിഫ്റ്റിയിലൊക്കെയുള്ള ടോപ്പ് കമ്പനികൾ, ഇന്ത്യയിലുള്ള 30 കമ്പനികളോ അല്ലെ 50 കമ്പനികളോ, നെക്സ്റ്റ് 50 എന്നൊക്കെ പറയുന്ന കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്കൊരു സേഫ്റ്റി ഉണ്ട്. ഒരു നല്ല ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു എഫക്റ്റും ഉണ്ട്. ഒരു റിസ്ക്കും ഇല്ല. SIP വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ലോങ് റണ്ണിൽ വർക്കാവും. 15% റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ 10,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ, ഇനി അഥവാ ഒരു മാസം ബ്രേക്ക് ആയെന്നിരിക്കട്ടെ, ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ അടുത്ത മാസം ആ 10,000 രൂപ കൂട്ടി അങ്ങ് ചെയ്താൽ മതി. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലോങ് ബ്രേക്ക് വരാതിരുന്നാൽ മതി. അത് ചെയ്ത് കഴിഞ്ഞാൽ ഷുവറായിട്ട് ഈ ലെവൽ അച്ചീവ് ചെയ്യും. അതാണ് എനിക്ക് പറയാനുള്ള മെസ്സേജ്. അതുകൊണ്ട് ആ ഒരു കൾച്ചറിലേക്ക് എല്ലാവരും വരിക. ഓക്കെ, താങ്ക് യു സർ. അപ്പോൾ നമുക്ക് ആക്ച്വലി ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയും ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയും ഒരുപാട് മിഥ്യാധാരണകളുണ്ടായിരുന്നു, ഒരുപാട് ഓവർ എക്സ്പോസ്ഡ് ആയിരുന്നു നമ്മൾ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി. അപ്പം അതിനെപ്പറ്റി എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. ആൻഡ് സർ, ഇറ്റ് വാസ് വെരി ഫ്രൂട്ട്ഫുൾ കോൺവെർസേഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആരാമൽ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ.